അത് സ്കോറിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഇന്റർപ്രിട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട്, പിന്നെ റിസൾട്ട് കഴിഞ്ഞിട്ട് ഡിസ്കഷൻ, പിന്നെ കൺക്ലൂഷൻ. ഇത്രയാണ് ഒരു ടെസ്റ്റിൽ വരും അല്ലെ? ഇതാണ് ഈ ടെസ്റ്റിൽ വരുന്നത്. അത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളി. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വരും, പിന്നെ വരിക ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ്, പിന്നെ പാർട്ടിസിപ്പന്റിന്റെ പ്രൊഫൈല്, പിന്നെ അതാണ് മെറ്റീരിയൽ റിക്വയർഡ്, പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ റിസൾട്ട്, ഡിസ്കഷൻ, കൺക്ലൂഷൻ. ഇത് എല്ലാം ഒരേപോലെയാ വരുന്നത്? ഏകദേശം ഒരേപോലെ തന്നെ വരുന്നത്. ഒരു മിനിറ്റ്, പ്രൊഫൈല് ഡി, നാലാമത്തത് പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അത് എങ്ങനെയാണ് നമ്മൾ ഇത് അഡ്മിനിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. ശ്രദ്ധിക്കാവുന്ന റെക്കോർഡ് ചെയ്യട്ടോ. റെക്കോർഡിങ് ശരിയാവും. അതെ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇതില് ഇത് കുറച്ച് എളുപ്പമുള്ള ഒരു ടെസ്റ്റ് ആണ് ഈ ഡിപ്രഷൻ ഇൻവെന്ററി എന്ന് പറഞ്ഞാല്. ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല, അത് ടോട്ടൽ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഒരു മിനിറ്റ് മോനെ. ഡിസ്കഷൻ ആൻഡ് FG കൺക്ലൂഷൻ, ഇത്രയും സംഭവങ്ങളാണ് ഒരു ഇൻവെന്ററിക്ക് വേണ്ടത് അല്ലേ? അതെ, നമ്മൾ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് വേണ്ടത്. അതായത് ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ആളുണ്ടാവുമല്ലോ, ക്ലയന്റിനൊക്കെ ആയിട്ടല്ലേ നമ്മൾ പോയിട്ട് നമ്മൾ ഇത് അവരുടെ അടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അത് റിപ്പോർട്ട് എഴുതി കൊടുക്കല്ലേ ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് കഴിഞ്ഞ പോലെ നമ്മൾ എഴുതിയ പോലെ ഒരു പ്രൊസീജിയർ എഴുതേണ്ടി വരും. 7 സാധനങ്ങൾ എന്തായാലും മിനിമം വേണം അല്ലേ? വേണം. അപ്പൊ അത് ഓരോന്നാണ് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇനി ഓരോന്ന് പറയുമ്പോ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് അതിൽ മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. ഒന്ന്, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ ഈ ഇൻവെന്ററി എന്താണ്, ഇൻവെന്ററി ആരാണ് കൊണ്ടുവന്നത്, ഏത് വർഷമാണ് കൊണ്ടുവന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പറയും, നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് അല്ലേ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ കോമൺ ആൻഡ് സീരിയസ് മെഡിക്കൽ ഇൽനെസ് ആണ്. അങ്ങനെയല്ലാണ്ട് നമുക്കായിട്ട് ഒരു അഭിപ്രായം ഇല്ലല്ലോ. അതെ, മെഡിക്കൽ ഇൽനെസ് ആണ് സംഭവം. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണ് എന്ന് പറയാം നമുക്ക്. ഇത് മനുഷ്യന്റെ ഫീലിങ്സിനെ, ചിന്തയെ, അതേപോലെ തന്നെ ബിഹേവിയറിനൊക്കെ എഫക്ട് ചെയ്യും. ഡെഫിനിഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡിപ്രഷൻ ഈസ് ദ കോമൺ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ദാറ്റ് കോസസ് എ പെർസിസ്റ്റന്റ് ഫീലിംഗ് ഓഫ് സാഡ്നെസ്. ഒരു സാഡ്നെസ് ഫീലിംഗ് ഉണ്ടാവും. അതേപോലെ തന്നെ ചേഞ്ച് ഇൻ ഹൗ യു തിങ്ക്, ഫീല്, സ്ലീപ്പ്, ഈറ്റ് ആൻഡ് ആക്ട്. അതായത് നമ്മളെ ചിന്ത, നമ്മളെ ഫീലിങ്സ്, നമ്മളെ തോട്ട്, ഫീലിങ്സ്, സ്ലീപ്പ്, ഭക്ഷണം കഴിക്കല്, പ്രവർത്തനം, ഒരു സാഡ്നെസ്സും ആണ്, ഒരു ഫീലിംഗ് ഓഫ് സാഡ്നെസ്സും ആണ്. അതിന്റെ ഒപ്പം തന്നെ നമ്മളെ തോട്ടിനെയും ഫീലിങ്സിനെയും ഇമോഷനൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഡിപ്രഷൻ. ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ആണ്. അതായത് ചുരുക്കി പറഞ്ഞാല് ഒറ്റ വാക്ക് പറയുമ്പോ ഒരു സീരിയസ് മെഡിക്കൽ ഇൽനെസ് ആണെന്ന് പറയാം അല്ലെ? സീരിയസ് മെഡിക്കൽ ഇൽനെസ് അല്ലെങ്കിൽ സീരിയസ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ. മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. പിന്നെ ഇത് എഫക്ട് ചെയ്യുന്നത് നമ്മളെ ഫീലിങ്സിനെയും തോട്ടിനെയും ബിഹേവിയറിനൊക്കെ എഫക്ട് ചെയ്യും. നമ്മള് സങ്കടം, സന്തോഷം, സാഡ്നെസ് ഇതൊക്കെ ഉണ്ടാവും. നമ്മളെ ചിന്ത, പല രീതിയിലുള്ള ചിന്തകൾ വരും. നമ്മളെ ആൾക്കാരോടുള്ള പെരുമാറ്റം എഫക്ട് ചെയ്യും. ഒക്കെ ഇതിൽ വരും. ഇനി ഇതിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങള് പോയിന്റ് ആയിട്ട് അതിൽ കൊടുക്കണല്ലോ. ഒന്ന്, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും. ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാവും. ഇതിന്റെ സിംറ്റംസ് എടുത്ത് പറയുന്നത് സിംറ്റംസ് ആണല്ലോ പറയുന്നത്. ദ മേജർ സിംറ്റംസ് ഓഫ് ഡിപ്രഷൻ. അതല്ലേ അതന്നെ അതിൽ പറയണം അല്ലെ, മേജർ സിംറ്റംസ്. അത് എല്ലാം കൂടി പറയണില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയണ. അത് ഞാൻ എന്റെ പറയാം, എന്നിട്ട് ബാക്കി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ. ഞാൻ ഇവിടെ നോക്കി വേറെ രീതിയിൽ ഒന്ന് എഴുതി വെച്ചാണ്. അപ്പൊ അത് മാത്രം പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ
ഓക്കെ ഓക്കെ. അതിൽ നോക്കിയിട്ടല്ല പറയാം, എന്റെ അടുത്ത് വേറെ നോട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ ഇമോഷൻ എഫക്ട് ചെയ്യും. ഫിസിക്കലായിട്ടുള്ള ഫിസിക്കൽ ബോഡിനെ എഫക്ട് ചെയ്യും. പിന്നെ ലോ മൂഡ് ഉണ്ടാക്കും. ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, ഒന്നിനോട് ഒരു താല്പര്യം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കും. പിന്നെ ക്ഷീണം, ഫാറ്റിഗ്യൂ എന്നല്ല പറയാം, ഫാറ്റിഗ്യൂ ക്ഷീണം, ഫാറ്റിഗ് ക്ഷീണം. അതുപോലെ തന്നെ ലോ എനർജി കുറയും. പിന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഉറക്കമില്ലായ്മ ഉണ്ടാവും. പിന്നെ അതുപോലെ ഫീലിംഗ് ഓഫ് വെർത്ത്ലെസ്നെസ് ആൻഡ് ഗിൽറ്റ്, താനൊന്നും അല്ല എന്നുള്ള ഒരു തോന്നല് ആ വ്യക്തിക്കും ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ റീടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ പിന്നെ ഈ മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്ന പോലെ ആ സംഭവം തന്നെ. റീടാർഡേഷൻ എന്ന് പറഞ്ഞാൽ മന്ദത എന്നാണ് ഇതിൽ എഴുതിച്ചത്. മന്ദബുദ്ധിയാണോ? മെന്റൽ റിട്ടാർഡേഷൻ. മെന്റൽ റിട്ടാർഡേഷൻ അല്ല ഇത്. അല്ല, റിട്ടാർഡേഷൻ ബന്ധമല്ല. ഇല്ല. ഓക്കെ. സോഷ്യൽ വിഡ്രോവൽ അല്ലേ പറയുന്നത്? എന്താണാവോ സോഷ്യൽ വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സമൂഹമായിട്ട് നമ്മള് ഇഴുകിച്ചേരാൻ നമുക്ക് പറ്റും. എല്ലായിടത്തും നമ്മൾ അകന്ന് നിൽക്കും, ഒരു കോംപ്ലക്സ് എന്ന രീതിയിൽ. മൊത്തം നമ്മൾ പഠിക്കുന്നത് അത്യാവശ്യം നമുക്ക് ലോ മൂഡ്, ലോ എനർജി, പിന്നെ ലോ സ്ലീപ്പ്, അതായത് സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, സോഷ്യൽ വിഡ്രോവൽ, അതാണ് മെയിൻ. രണ്ട് തരത്തിലുണ്ടാവും. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് പറഞ്ഞാല് ഉറക്കം എന്താണ് ഡിസോർഡർ ആയിട്ടുണ്ടാവും. ചിലപ്പോ തോന്നിയ നേരത്ത് ഉറങ്ങൂല, രാത്രി ഉറങ്ങും, അങ്ങനെയൊക്കെ വരും. ഇനി അടുത്ത് പറഞ്ഞു. തോട്ട് ഓഫ് ഡെത്ത് ഓർ സൂയിസൈഡ്, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുക, മരണത്തെ കുറിച്ച് ചിന്തിക്കുക. പിന്നെ അതുപോലെ സോഷ്യൽ വിഡ്രോവലും ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. ഇതൊക്കെയാണ് ഉണ്ടാവില്ല. സാറാ കേട്ടിട്ടുണ്ടെ പറത്തിക്കും. ഫിസിക്കൽ പ്രൊഫഷൻ വിട്ട് വന്നിട്ട് ഒരു കളി ഉണ്ടാവില്ല, അടിച്ചോടിയും. ഫിസിക്കൽ എജിറ്റേഷൻ ആൻഡ് റിട്ടാർഡേഷൻ ഒഴിവാക്കാം. കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതല്ലേ? അത് ഒഴിവാക്കാം, നമുക്ക് സ്കിപ്പ് ചെയ്യാം. അത് എന്താണ് സംഭവം എന്നുള്ളത്, അത് എന്താ മൂപ്പരെന്താ എഴുതിച്ചറിയാം. ഓക്കെ, പോട്ടെ. ബാക്കിയുള്ളൊക്കെ ഏതായാലും ഉണ്ട്. ഇനി ഇതില് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാറുണ്ട് ഡിപ്രഷനില്? മതി, ആഡ് ചെയ്ത് തന്നെ അധികം. വിട്ടൊക്കെ മതി. അടുത്ത പറഞ്ഞ നമുക്ക് അത്യാവശ്യം ഇതിൽ മേജർ സിംറ്റംസ് കിട്ടിയില്ലേ? അടുത്ത് പോയിക്കോ. നമുക്ക് ഈ ടെസ്റ്റിനെ കുറിച്ച് പഠിക്കാം. ടെസ്റ്റ് ഒരു സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി അല്ലെങ്കിൽ സെൽഫ് അഡ്മിനിസ്ട്രേർഡ് ഇൻവെന്ററി ആണ്. ഇതിന്റെ ഹിസ്റ്ററിയാ പറയുന്നത്? അല്ല, ഈ ടെസ്റ്റ് എന്താണെന്നാ പറയുന്നത്. എന്താണ് ഈ ടെസ്റ്റ്? ഇത് ഒരാള് ആരാണോ ക്ലയന്റ്, ആ ക്ലയന്റ് സ്വയം അതായത് സ്വയം ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്, ക്വസ്റ്റ്യനെയർ ആണ്. ഈ ക്വസ്റ്റ്യനെയർ ക്ലയന്റ് സ്വയം ചെയ്യണം, അല്ലെങ്കിൽ ക്ലയന്റിന്റെ കൂടെ ആരാണോ ഉള്ളത് ആ വ്യക്തി സ്വയം ചെയ്യേണ്ട ഒരു ഇൻവെന്ററി ആണ്. അതിനാണ് സെൽഫ് അഡ്മിനിസ്ട്രേർഡ് ഇൻവെന്ററി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൽഫ് റിപ്പോർട്ടിംഗ് ഇൻവെന്ററി, അങ്ങനെ എന്തൊക്കെ ഒന്നുകൂടി പറയും, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി അല്ലേ? യെസ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത് സ്വയം ക്ലയന്റോ ക്ലയന്റിന്റെ കൂടെ ഉള്ള ആളോ ആണ് ചെയ്യേണ്ടത്. ഇത് ഈ എന്താണ് BDI ഡിപ്രഷന്റെ വിവിധ ലെവലുകൾ മെഷർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഓരോ ഡിപ്രഷന്റെ വിവിധ ലെവലുകൾ ഏതൊക്കെയാണെന്ന് മെഷർ ചെയ്യാൻ, അതുപോലെ തന്നെ ഡിപ്രഷന്റെ സീവിയറിറ്റി എത്രത്തോളം ഉണ്ടെന്നും മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഡോക്ടർ ആറൺ ടി ബെക്ക്, അതിൽ കണ്ടില്ലേ, ഡോക്ടർ ആറൺ ടി ബെക്ക് ആണ് ഈ ഇൻവെന്ററി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ ആറൺ ടി ബെക്ക് 1961 ഇത് ഡെവലപ്പ് ചെയ്തത്. അതിനുശേഷം പല പ്രാവശ്യം ഇത് റിവൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പല പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇതില് 21 ഐറ്റംസ് ആണുള്ളത്. 21 ഐറ്റം ടെസ്റ്റ് ആണത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓക്കെ, അതില് ഒന്നിലധികം 4 എണ്ണം അല്ലേ, 4 ചോയ്സ് അല്ലേ? ഇത് ക്വസ്റ്റ്യനെയർ ആണോ സംഭവം?
അതിപ്പോ ഇതില് കണ്ട ആ താഴത്തേക്ക് സാഡ്നെസ് എന്ന് പറഞ്ഞിട്ട് 0, 1, 2, 3 പറഞ്ഞ് കണ്ടില്ലേ? അതില് ഐ ഫീൽ 4 സാഡ് മച്ച് മോർ ടൈം, അത് തന്നെയാണ് ഒന്ന് അല്ലേ? അതെ, അല്ലല്ലോ. അത് കണ്ടില്ലേ? സാഡ്നെസ് കണ്ടില്ലേ? ഐ ഡു നോട്ട് ഫീൽ സാഡ്, കണ്ടില്ലേ? അതാണ്. അപ്പൊ അതിൽ ഇങ്ങനെ ഉണ്ടാവും, ഒരു ഹെഡിങ് ഉണ്ടാവും. ആ ഹെഡിങ്ങിന് താഴെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. 0, 1, 2, 3 എന്നായിരിക്കും ഓരോ വാല്യൂ ഉണ്ടാവുക. നമ്മൾ ഏതിനാണ് ടിക്ക് ചെയ്യണത് ആ വാല്യൂ ടോട്ടൽ ചെയ്തിട്ടാണ് നമുക്ക് സംഖ്യ കിട്ടുന്നത്. അത് കണ്ടില്ലേ? 1, 2, 3 അങ്ങനെ 21 ഐറ്റംസ് ആണ് ഇതിലുള്ളത്. ഇതൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ക്ലയന്റ് സ്വയം ഇത് ടിക്ക് ചെയ്യാം. ഇതിന് 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ 15 മിനിറ്റിനുള്ളിൽ തീർക്കാന്നാണ് പറയണത്. ഓക്കെ, അതൊക്കെയാണ് ഇതില് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇതിന്റെ കൂടെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാണ്ടോ? കൂട്ടിച്ചേർക്കാനല്ല, ഞാൻ മനസ്സിലായത് പറയട്ടെ സ്പീഡില്. ഇത് പിന്നെ ബെക്കിന്റെ ഡിപ്രഷൻ ഇൻവെന്ററി എന്ന് പറഞ്ഞാല് അതിന്റെ ഇൻട്രഡക്ഷൻ നമ്മൾ ആദ്യം എഴുതണം, ഡിസ്ക്രിപ്ഷൻ എഴുതണം, പിന്നെ പ്രൊഫൈൽ എഴുതണം, പ്രൊസീജിയർ എഴുതണം, സ്കോറിങ്, ഇന്റർപ്രിട്ടേഷൻ എഴുതണം, ഡിസ്കഷൻ എഴുതണം, പിന്നെ കൺക്ലൂഷൻ എഴുതണം. എന്താണ് ഡിപ്രഷൻ എന്ന് ആദ്യം ഒരു ചെറിയൊരു ഡെഫിനേഷൻ എഴുതണം. ചുരുക്കി പറഞ്ഞാൽ സീരിയസ് മെഡിക്കൽ ഇൽനെസ് ആണ്, മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ആണ്. അത് എഫക്ട് ചെയ്യുന്നത് ഫീലിങ്ങിനെയും തോട്ട്സിനെയും ബിഹേവിയറിനെയാണ്. പിന്നെ ഇതിന് മേജറായ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലോ എനർജി, പെർസിസ്റ്റന്റ് ലോ മൂഡ്, അതുപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, സോഷ്യൽ വിഡ്രോവൽ. പിന്നെ എന്താണ് ഈ ടെസ്റ്റ് എന്താണ് സംഭവം? അപ്പോൾ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലയന്റ് സ്വയം അല്ലെങ്കിൽ ക്ലയന്റിന്റെ കൂടെയുള്ളവർ ചെയ്യുന്ന ഒരു സെൽഫ് റിപ്പോർട്ടിംഗ് ഇൻവെന്ററി ടെസ്റ്റാണ്. ഇതിന് വിവിധ ലെവലുകള്, സിവിയറിറ്റി ഒക്കെ മനസ്സിലാക്കാനാണ് ഈ ടെസ്റ്റ്. ആരോൺ ബെക്ക് അല്ലേ? ആരോൺ ടി ബെക്ക്. ആരോൺ ഡി അല്ലേ? ആരോൺ ടി. ഓക്കെ, ആരോൺ ടി ബെക്ക് 1996 സ്റ്റാർട്ട് ചെയ്തെങ്കിലും വിവിധ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് പിന്നെ ഇങ്ങനെ അത് മാറി മാറി വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തു 0 മുതൽ 3 വരെയാണ് അതിന്റെ സ്കോറിങ് വരുന്നത് അല്ലെ? സ്റ്റാർട്ടിങ് വരുന്നത് 1-ലല്ലേ വരുക? 0 ഡു നോട്ടാ വരിക. 1-ല് മച്ച് ഓഫ് ദ ടൈം വരും. അങ്ങനല്ല, അത് വേറെ. അത് നമുക്ക് ലാസ്റ്റ് പറയാം. ഇപ്പൊ 4 ലെവലിൽ വരും അല്ലെ? 0 മുതൽ 3 വരെ 15 മിനിറ്റിനുള്ളിലാണ് ഈ സ്കോറിങ് സെൽഫ് ഇൻവെന്ററി ആയിട്ട് ക്ലയന്റ് നടത്തേണ്ടത് അല്ലെ? ഇത്രയും കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഗുഡ്, ക്ലിയർ. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ് ആണ് അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, പറഞ്ഞോളൂ. ഇതിപ്പോ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് എന്താണ്? സെൽഫ് അഡ്മിനിസ്ട്രേഡ് ഇൻവെന്ററി ആണ്. 21 ടെസ്റ്റ് ഐറ്റംസ് ഉണ്ട്. അതില് 0 മുതൽ 3 വരെയുള്ള വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവും. ആരാണോ സൈക്കോളജിസ്റ്റ്, ആരുടെ ആണോ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അവർക്ക് ഈ സാധനം കൊടുക്കുക. ആദ്യം എന്താണ്? റിലാക്സ് ചെയ്യുക, റാപ്പോ ബിൽഡ് ചെയ്യുക. പിന്നെന്താണ്? ഈ സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി അദ്ദേഹത്തിന് കൊടുക്കുക, പേപ്പറും പെന്നും കൊടുക്കുക. ഈ 21 ഐറ്റംസിനെ കുറിച്ച് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുക. എന്നിട്ട് 5-10 മിനിറ്റിനുള്ളിൽ അയാളോട് അത് ഫില്ല് ചെയ്ത് തരാൻ പറയാം. അങ്ങനെയാണ്. എന്നിട്ട് ഇതിൽ വരുന്നത് എന്താണ്? ഓക്കെ, ഇതാണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റിൽ വരുന്നത്. ഈ കാര്യങ്ങൾ തന്നെയാണ്, എക്സ്ട്രാ ഒന്നും വരുന്നില്ല. ഇത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ക്ലിയർ. അത് പിന്നെ അതായത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ് പറഞ്ഞാൽ ടെസ്റ്റ് എന്താണ് എന്ന് നമ്മൾ ഇയാൾക്ക് വിശദീകരിച്ചു കൊടുക്കാം. ഈ പിന്നെ ഇതില് ഈ എന്താണ് ഡിസ്ക്രിപ്ഷൻ? ഓക്കെ, ക്ലിയർ ആയി. പറഞ്ഞോളൂ. ഇതില് DSM-4 പറയുന്നുണ്ട്. DSM-4 പറയുന്നുണ്ട്. DSM-4 ബേസിലാണ് ഈ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. DSM-5 ആണ് ഇപ്പൊ ലേറ്റസ്റ്റ്. ഈ 21 ടെസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ 21 ക്വസ്റ്റ്യൻ ആണോ ഉദ്ദേശിച്ചത്? 21 ക്വസ്റ്റ്യൻസ്. അതിൽ നിങ്ങൾ കണ്ടില്ലേ? PDF ഒന്ന് ഓൺ ആക്കി നോക്കി. 21 ഉണ്ടാവും. 21 ചെയ്ത് നോക്കാം. ഇതൊന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടേ ഇപ്പൊ അടുത്ത പ്രൊഫൈൽ അല്ലേ?
തന്നെ പ്രൊഫൈൽ ഓഫ് ദ പാർട്ടിസിപ്പന്റിന്റെ പ്രൊഫൈല്, പേര്, ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷന്, ഒക്യുപ്പേഷന്, പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരും. അപ്പൊ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമ്മള് ആരാണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതാണ്ട് എഴുതിയാൽ മതി. പിന്നെ മെറ്റീരിയൽ റിക്വയർഡ് ഒന്ന് നമ്മൾ ഈ ഇതുണ്ടല്ലോ BDI 2ന്റെ ക്വസ്റ്റിനെയർ വേണം, പെന്ന്, പെൻസില്, സ്കോറിംഗ് മാനുവൽ വേണം. പിന്നെ അതുപോലെ തന്നെ എന്താണ് കാമായിട്ടുള്ള സമാധാനപരമായ ഒരു അന്തരീക്ഷം വേണം. മെറ്റീരിയൽ ഒന്നുകൂടി പറയാം. മെറ്റീരിയൽ എന്തെല്ലാം പറഞ്ഞു? ഒന്ന് പെൻസില്, ഒന്ന് പെന്ന്, പെൻസില്, സ്കോറിംഗ് മാനുവല്, പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് വേണ്ടത് BDI ക്വസ്റ്റിനെയർ. BDI പറഞ്ഞാൽ ബെക്സ് ഡിപ്രഷൻ ഇൻവെന്ററി, അതാണല്ലോ ഇപ്പോൾ നോക്കുന്നത്. ബെക്സ് ഡിപ്രഷൻ ഇൻവെന്ററി 2. സെക്കൻഡ് പാർട്ട് അങ്ങനെ ആയിരിക്കും അല്ലെ? 2 ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന്റെ PDF വേണം. അതിന്റെ PDF അല്ല, പേജ് നമ്മൾ പ്രിന്റ് അതിന്റെ പേജ് ക്വസ്റ്റിനെയർ വേണം. ഓക്കെ. ഇനി നമ്മള് എന്താണ് പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മള് എന്താണ് ഇത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് റാപ്പോ ബിൽഡ് ചെയ്യുകയും ഈ ഇത് കൊടുക്കുകയും അതിൽ ഡാറ്റ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അതാണ് പ്രൊസീജിയർ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് സ്കോറിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. ഇന്റർപ്രിട്ടേഷൻ നേരത്തെ പറയാൻ വിട്ടീനോ? നിങ്ങളൊന്ന് നോക്കി, അതിലുണ്ടോ? ഒരു മിനിറ്റ്, ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ്. 1 മിനിറ്റ് ആയിക്കോട്ടെ. പ്രൊസീജിയറിൽ നിങ്ങൾ പറഞ്ഞ സാധനം തന്നെ ഉള്ളൂ. സിമ്പിൾ ആണ്. ഇൻട്രൊഡക്ഷൻ അല്ലേ? ഇരിക്കാനും വിശ്രമിക്കാനും അതുപോലെ പിന്നെ അവരെ പിന്നെ ഡാറ്റ കളക്ട് ചെയ്യാനും അനുവദിക്കാം. അത് ഡിസ്ക്രിപ്ഷൻ, അതൊക്കെ രണ്ടിലും ഒരേപോലെ തന്നെ എഴുതേണ്ടത്. ഡിസ്ക്രിപ്ഷൻ. പിന്നെ അതിൽ 2 വീക്സിന്റെ ഇമോഷൻ ലെവല്, അവരെ ഇമോഷൻ ലെവല് പിന്നെ ഒന്ന് വാല്യൂ ചെയ്യാൻ, വിലയിരുത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാൻ വേണ്ടി പറയുന്നുണ്ട്. 2 വീക്സ് ആണ്, ബിഫോർ 2 വീക്സ്. ഓക്കെ. പിന്നെ അതൊക്കെ പിന്നെ എക്സ്ട്രാ അതിൽ ആഡ് ചെയ്യണത്. നെക്സ്റ്റ് പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ ആദ്യം എഴുതി വെച്ചത് ഒന്നുകൂടെ പറയാം. സ്റ്റേജ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ അല്ലേ നമ്മൾ പറഞ്ഞത്? ഇൻട്രൊഡക്ഷൻ. പിന്നെ രണ്ടാമത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ് അല്ലെ? പിന്നെ പാർട്ടിസിപ്പന്റിന്റെ പ്രൊഫൈൽ. പിന്നെ മെറ്റീരിയൽ റിക്വയർഡ്. പിന്നെ പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഏതാ പറഞ്ഞത്? അടുത്തത് ഇനി പറയേണ്ടത് ശരിക്കും പിന്നെ സ്കോറിംഗ് അല്ലേ പറയണ്ടേ? സ്കോറിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ് ഇനി പറയാനുള്ളത്. ഈ പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി എഴുതി വെക്കാം. അതായത് എന്താണ്, സെൽഫ് അഡ്മിനിസ്ട്രേറ്റഡ് ടെസ്റ്റ് ആണ്, 21 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ 0 മുതൽ 3 വരെ വാല്യൂ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ തന്നെ എഴുതി വെക്കാം.
സ്കോറിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ടോട്ടൽ മാക്സിമം സ്കോർ വരെ 63 ആയിരിക്കും. 0ത്തിന്റെയും 63ന്റെ ഇടയിലായിരിക്കും നമുക്ക് സ്കോർ കിട്ടുക ഇത് ചെയ്ത് കഴിഞ്ഞാല്. 63 മാക്സിമം വരുന്നു അല്ലേ? മാക്സിമം 63, മിനിമം 0 ആയിരിക്കും. പിന്നെ ഇതിന്റെ ടോട്ടൽ സ്കോറും അതിന്റെ ലെവൽ ഓഫ് ഡിപ്രഷനും ഒരു ടേബിൾ കണ്ടില്ല നിങ്ങള്? ആ ടേബിൾ നോക്കാം നമുക്ക്. 0 മുതൽ 13 വരെയാണെങ്കിൽ അതെ, അതിന്റെ റേഞ്ചിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുണ്ടെങ്കിലോ തന്നെ റെക്കോർഡിൽ തെറ്റുണ്ട്. തന്നെ ഒന്ന് പറഞ്ഞേ. ഞാൻ ഇതിലേക്ക് ഇടാം, ഗ്രൂപ്പിലേക്ക്. അപ്പൊ പറഞ്ഞുതരാം, അതൊന്ന് എഴുതിയേക്ക്. 0 മുതൽ 16 വരെയാണ് മിനിമല്. 16. ഓക്കെ. പിന്നെ 17 to 30 മൈൽഡ്. 31 to 40 മോഡറേറ്റ്. 41 to 63 സിവിയർ. 0 to 16 പറഞ്ഞേ? ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞില്ലേ, മുന്നേ പറഞ്ഞിരുന്നില്ലേ എങ്ങനെ മാറ്റണ്ടെന്നുള്ളത്? പറഞ്ഞതായി ഓർക്കുന്നില്ല. പിന്നെ ആ സമയമായതുകൊണ്ട് ശ്രദ്ധയിൽ പെടാത്തതുകൊണ്ടാണ് അറിയില്ല. ഓർമ്മ ഉണ്ടാവും ചിലപ്പോ, ആ സമയത്തെ മറന്നായിരിക്കും. ഏതായാലും എഴുതി വെച്ചില്ല. അപ്പൊ നമുക്ക് നോക്കാം. 16 വരെ എന്ന് പറഞ്ഞാൽ മിനിമം ഇല്ലാത്ത. 0 മുതൽ 16 വരെ നോ അല്ലെങ്കിൽ മിനിമം ഡിപ്രഷൻ. നോ മിനിമം. അല്ലെങ്കിൽ ഡിപ്രഷൻ തീരെ ഇല്ല, അല്ലെങ്കിൽ മിനിമൽ ഡിപ്രഷൻ ആണ്, നോർമൽ ആണ്. 17 മുതൽ 30 വരെ മൈൽഡ് ഡിപ്രഷൻ. എഴുതിയില്ലേ? ക്ലിയർ ആണ്. മൈൽഡ്. 31 to 40 മോഡറേറ്റ്. 48 to 63 സിവിയർ ഡിപ്രഷൻ. ഓക്കെ, ഇതാണ് ഇതിന്റെ ടെസ്റ്റ് സ്കോറിംഗ് ലെവൽ. അതിന്റെ ഫെയറിൽ മാറ്റം ഉണ്ടാവും, ഈ റെക്കോർഡിൽ കറക്ഷൻ ഉണ്ടാവുമല്ലോ. മാം ശ്രദ്ധിച്ചില്ല? 37 പറഞ്ഞു. ടേബിൾ ഞാൻ ടേബിൾ അതിൽ ആഡ് ചെയ്തിട്ടില്ലയോ, ആഡ് ചെയ്യാൻ പറഞ്ഞു. റേഞ്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇത് 30 പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് ക്ലാസ്സിൽ, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ അതിലുള്ളതല്ല, ഇതാണ് വേണ്ടിയത് 30. നമ്മളെ മാനുവൽ ഉള്ളത് തെറ്റാവുന്നുണ്ട്. മുമ്പ് തന്നെ ഏത് മാനുവല്? നമ്മളെ പേപ്പറിൽ എന്തോ ഒന്നുണ്ട്, അതില്ലേ അതിലും തെറ്റാ തോന്നുന്നുണ്ട്. അപ്പം മാം പറഞ്ഞതാ, നമ്മൾ നോട്ട് ചെയ്തോളി, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് എഴുതിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, ഏതായാലും നീ കറക്റ്റ് ചെയ്യാം. പിന്നെ 13 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് ഈ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതൊക്കെയാണ് സ്കോറിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷനിൽ വരുന്നത്. പിന്നെ ടൈം ഒന്ന് പറയോ? ടൈമോ? ഇതില് വയസ്സരെ 13 മുതൽ അത്രയും വരെ ഉണ്ടാവും. 13 മുകളിൽ. പിന്നെ ഇത് ചെയ്യേണ്ട എങ്ങനെയാ വെച്ചാൽ, ഈ 21 സ്റ്റേറ്റ്മെന്റും 21 ഐറ്റം ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഓരോന്നിനും 0, 1, 2, 3 പറഞ്ഞ വാല്യൂസ് ഉണ്ടല്ലോ. അപ്പൊ ടിക്ക് ചെയ്യാനാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കണ്ടില്ലേ, ടിക്ക് ചെയ്തതിന്റെ ഒരു മോഡല് അതിലുണ്ടല്ലോ. ആ ടിക്ക് ചെയ്ത വാല്യൂ എത്രയെന്ന് ടോട്ടൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് 10 കിട്ടിയെന്ന് കരുതാം, അല്ലെങ്കിൽ ഒരു 28 കിട്ടിയെന്ന് കരുതാം. ആ കിട്ടിയ വാല്യൂ ഈ സ്കോറിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്ക് അതിന്റെ ഡിപ്രഷൻ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? എന്തൊരു ക്ലിയർ ആയിട്ടില്ല. നമ്മള് ലാസ്റ്റ് പറഞ്ഞ ഈ 41 to 63 സിവിയർ പറഞ്ഞു. പിന്നെ 13 വയസ്സാ പറഞ്ഞേ? 13 വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാർക്കാണ് ഈ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? പിന്നെ നമ്മൾ പറഞ്ഞത് ഇത് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. 21 ആ സ്കോറിംഗ് ക്വസ്റ്റ്യനെയർ എടുക്കും. ക്വസ്റ്റ്യനെയർ കണ്ടില്ലേ? ഇതിലിപ്പോ 21 ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യന് നേരെ 0, 1, 2, 3 എന്ന് പറഞ്ഞ വാല്യൂ കണ്ടില്ലേ? ഇതിന് നേരെയുള്ള ടിക്ക്. അപ്പൊ ഏത് സംഖ്യന്റെ നേരെയാണോ ടിക്ക് ചെയ്തത് ആ വാല്യൂ മൊത്തം കൂട്ടുക. 1 ടിക്ക് ചെയ്തിട്ടുള്ളത്,
പെസിമിസത്തില് 2 ടിക്ക് ചെയ്തിട്ടുള്ളത്. മനസ്സിലായി. അപ്പൊ ആ 2 ഈ സംഖ്യകൾ മാത്രം ടോട്ടൽ ചെയ്യാം, കൂട്ടുക. കൂട്ടുക. അപ്പൊ കൂട്ടുന്ന സമയത്ത് എത്രയാണോ വാല്യൂ കിട്ടുക ആദ്യം ഇപ്പോ ഫോർ എക്സാമ്പിൾ 25 നമുക്ക് ആരാണ് കുഴപ്പാക്കുന്നത്? 25 കിട്ടി. 25 ആണെങ്കിൽ ഈ ഫോറിൻ ടേബിളിൽ നോക്കാം. 25 എന്ന് പറഞ്ഞാൽ എവിടെയാണ് 25 നമുക്ക് മൈൽഡ് ഡിപ്രഷനിലാണ് വരുന്നത്. അപ്പൊ 20-28 വരുന്നേ? 30 20 അല്ല 0-16 17 25 കിട്ടിയാല് പിന്നെ മോഡറേറ്റ് അല്ലേ വരുവാ? അല്ല മൈൽഡ് സോറി ഇത് നോക്കണ്ട അല്ലേ? അതല്ല, നമ്മൾ പുതിയ ടേബിൾ ഉണ്ടല്ലോ 17 to 30 മൈൽഡിൽ വരും. അപ്പൊ നമുക്ക് മൈൽഡ് ആണ് ഇയാളെ കണ്ടീഷൻ മനസ്സിലായി. പിന്നെ നമ്മൾ റിസൾട്ട് പറഞ്ഞിട്ട് അടുത്ത കോളം എഴുതും, അടുത്ത ഹെഡിങ്ങിൽ എഴുതും. അതിൽ കണ്ടില്ല റിസൾട്ട് പറഞ്ഞിട്ട് ഒരു ടേബിൾ കൊടുക്കണം. റിസൾട്ട് പറഞ്ഞിട്ട് ഒരു ടേബിൾ നമുക്ക് ആഡ് ചെയ്യണം, റോ സ്കോർ ലെവൽ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ റോ സ്കോർ പറഞ്ഞിട്ട് നമുക്കിപ്പോ എത്ര 10 കിട്ടിയ 10 എന്ന് എഴുതാം, അല്ലെങ്കിൽ 25 കിട്ടിയ 25 എഴുതാം. നമുക്ക് മൈൽഡ് ഡിപ്രഷൻ എന്ന് എഴുതാം. അതാണ് ലെവൽ ഓഫ് ഡിപ്രഷൻ. നമ്മളിപ്പോ ശരിക്കും ഇൻവെന്ററി എന്ന് പറഞ്ഞാല് ഈ ലെവൽ ഓഫ് ഡിപ്രഷൻ കണ്ടെത്തലല്ലേ പ്രധാനം? അതെ. അപ്പൊ ഇത് മൈൽഡ് ആണെന്ന് നമ്മൾ കണ്ടെത്തി, ഈ ബെക്കിന്റെ ഇത് പ്രകാരം നമ്മൾ കണ്ടെത്തി അല്ലേ? കണ്ടെത്തി. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത ഡിസ്കഷനിലേക്ക് വരാം. ഡിസ്കഷനിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, നമ്മൾ എന്താ ഈ ടെസ്റ്റ് പെർഫോം ചെയ്തു, അതില് ഇത്ര ഏജ് ഉള്ള ആളായിരുന്നു ഉണ്ടായിരുന്നത്, അയാൾക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആഡ് ചെയ്യാം. അത് നമ്മൾ ഈ സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയത് വാല്യൂ കിട്ടിയത് 25 ആണ്. 25 എന്ന് പറഞ്ഞാൽ അത് മൈൽഡ് ഡിപ്രഷൻ ആണ്. ഡിസ്കഷനിൽ അതിൽ വരും. റിസൾട്ടിൽ ആ ടേബിൾ മാത്രം മതി, ഡിസ്കഷനിൽ അത് വരും. പിന്നെ കൺക്ലൂഷൻ വേണമെങ്കിൽ നമുക്ക് ഈ വ്യക്തിക്ക് മൈൽഡ് ഡിപ്രഷൻ ആണ്, CBT അങ്ങനെ എന്തെങ്കിലും തെറാപ്പി പറയാം. CBT കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് പരിഹാരമാവും നമുക്ക് വേണേ പറയാം. IPT എന്ന് പറഞ്ഞാൽ ഇന്റർപേഴ്സണൽ തെറാപ്പി. ഇന്റർപേഴ്സണൽ അത് ഇതിലുണ്ടാവും. ഇല്ലാത്ത സാധനങ്ങളൊന്നും കേട്ടിറക്കണ്ട, എല്ലാം പിടിക്കും. അല്ല IPT ഉണ്ട് മോനെ, IPT ഇതിലുണ്ട്. CBT ഉണ്ട്. CBT എന്നാണ് പറഞ്ഞത്, IPT ചിലപ്പോൾ പരിചയമായതുകൊണ്ട്. പിന്നെ ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടെസ്റ്റ് നോക്കണോ അതോ കിടക്കണോ? ഇത് കാര്യമായിട്ടൊന്നുമില്ല. മനസ്സിലായി. ഈ വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് ഈ സ്കെയിലിൽ അപ്ലൈ ചെയ്താൽ മതി. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നിങ്ങള് സെക്കൻഡ് സ്റ്റേജ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്ന് സ്പീഡ് പറയട്ടാ. പറഞ്ഞോളൂ. ഓക്കെ, 15 മിനിറ്റിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റും. ഡിപ്രഷൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടെസ്റ്റിന് എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് ഒന്ന് വിശദീകരിച്ചു കൊടുക്കുക. 21 ക്വസ്റ്റ്യൻ ടോട്ടൽ ഉണ്ടാവുക. അതിൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതേണ്ടത് പിന്നെ ക്ലയന്റിനെ റിലാക്സ് ചെയ്യുന്നു, റാപ്പ് കൊടുക്കുന്നു, ഈ ടെസ്റ്റിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു, ആ ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, DSM-4 ബേസിലാണ് ഈ ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. പിന്നെ അതിന്റെ പ്രൊഫൈൽ നമ്മൾ എഴുതണം. പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നെയിം, ഇയാളെ സ്റ്റാറ്റസ്, മാരിറ്റലാണോ, ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ എഴുതണം. പിന്നെ മെറ്റീരിയൽ എന്തൊക്കെയാ വേണ്ടത് നമ്മൾ എഴുതണം റിപ്പോർട്ടിൽ. അതിൽ പെന്ന്, പെൻസില്, സ്കോറിംഗ് മാനുവൽ, BDI ഫയൽ, അഥവാ നമ്മളെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ്. പിന്നെ പ്രൊസീജിയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന സംഭവമാണ്. റിലാക്സും റാപ്പും ഒക്കെ കൊടുത്തിട്ട് ഡാറ്റ കളക്ഷൻ ആണ് ചെയ്യേണ്ടതെന്ന് എഴുതാം. 0 മുതൽ 3 വരെയാണ് ഇതിന്റെ സ്കോറിംഗ് എന്ന് പറയാം. പിന്നെ സ്കോറിംഗ് ഇന്റർപ്രിറ്റേഷനിൽ നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ 0 to 16 നോ, അല്ലെങ്കിൽ മിനിമം 17 to 30
മൈൽഡ്, 31 to 40 മോഡറേറ്റ് ആൻഡ് 41 to 63 സിവിയർ. ഓക്കെ. പിന്നെ അടുത്ത സ്റ്റേജിൽ എഴുതുന്നത് ഇത് 13 ഏജ് ആണ്, അപ് ടു 13 ഏജ് ആണ് ഇത് ചെയ്യാൻ പറ്റുക. 21 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 0, 1, 2, 3 ആണ് ഇതിന്റെ വാല്യൂ ചെയ്യാൻ പറ്റുക. വാല്യൂ 13 വയസ്സിന് മുകളിൽ കേട്ടോ. അപ് ടു അല്ല, ഫ്രം 13 അല്ലേ? ഓക്കെ. വാല്യൂ ഇപ്പൊ നമുക്കിത് ഏതൊക്കെയാണോ ടിക്ക് ചെയ്യുക, ടിക്ക് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ വാല്യൂ കിട്ടുന്നത്. സപ്പോസ് നമുക്ക് 25 കിട്ടിയാൽ നമ്മളെ റേഷ്യോ പ്രകാരം 17 to 30 മൈൽഡ് ആയതുകൊണ്ട് മൈൽഡ് ഡിപ്രഷൻ എന്ന് നമുക്ക് റിസൾട്ടിൽ എഴുതാൻ പറ്റും അല്ലെ? റോ സ്കോറിൽ 25, ലെവൽ ഓഫ് ഡിപ്രഷൻ മൈൽഡ് ആണെന്ന് എഴുതാം. പിന്നെ അടുത്തത് നമുക്ക് ഒരു പാരഗ്രാഫിൽ ഡിസ്കഷൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഈ ടെസ്റ്റ് ചെയ്ത് 15 വയസ്സിലെ കുട്ടിയായിരുന്നു, ആ കുട്ടിക്കുണ്ടായ പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്ന് വിശദീകരിച്ച് എഴുതാം. 25 ആണ് സ്കോർ, മൈൽഡ് ആണെന്ന് എഴുതാം. കൺക്ലൂഷനും ഇത് വേറെ രൂപം തന്നെ, മൈൽഡ് ഡിപ്രഷൻ ആണ് ആ കുട്ടിക്കുള്ളത് എന്നും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തെറാപ്പികൾ CBT പോലുള്ള തെറാപ്പികളും എഴുതിക്കൊണ്ട് അസ്സലാമു അലൈക്കും പറയാം. സ്കോറിംഗ് 0, 1, 2, 3, 4 അല്ലേ? സ്കോറിംഗ് എങ്ങനെ എത്ര പറഞ്ഞു? 1 1 മാർക്കാ? 0 0, 1 1? 0 0, 1 2 3 അങ്ങനെ വരുന്നത്. 3 3 അല്ലേ? ഓക്കെ. 3 3. അപ്പൊ നമുക്ക് ടോട്ടൽ ആഡ് ചെയ്യുകയാണെങ്കിൽ 3 × 21 എത്ര? 63. ഇതൊന്നും നോക്കണ്ടേ, ഈ ആ ക്വസ്റ്റ്യനെയർ ജസ്റ്റ് അതിന്റെ ഫസ്റ്റത്തെ സംഭവം നോക്കണ്ടേ? സാഡ്നെസ്സിന്റെ എങ്ങനെയാണ്? സാഡ്നെസ് എനിക്ക് ഐ ഡു നോട്ട് ഫീൽ സാഡ്, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ പല സമയങ്ങളിലും സാഡ്നെസ് ആണ്. പിന്നെ എല്ലാ സമയവും 1 മിനിറ്റ് ഒഴിവില്ലാണ്ട് സാഡ്നെസ് ആണ്. പിന്നെ എനിക്ക് ജീവിതത്തിൽ ഒരു ഹാപ്പി ഉണ്ടായിട്ടില്ല. അതാണ് അതിന്റെ സിവിയർ സ്റ്റേജ് അല്ലേ? അതെ. അങ്ങനെയുള്ളതാണ് അതിന്റെ വരിക. പിന്നെ അടുത്തതാണ് പെസിമിസം. സംഭവം പെസിമിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ശുഭാപ്തി വിശ്വാസത്തിന് ഓപ്പോസിറ്റ് എന്താ പറയാ? ശുഭാപ്തി വിശ്വാസത്തിന്റെ അശുഭാപ്തി വിശ്വാസം, പ്രതീക്ഷയില്ലായ്മ അല്ലെ? ഹോപ്പ്ലെസ്നെസ്. യെസ്, വസീബിനെ പോലെ. പ്രതീക്ഷ ഇല്ലാത്ത ഒരാൾക്ക് ഐ ആം നോട്ട് ഡിസ്കറേജ്ഡ് അബൌട്ട് മൈ ഫ്യൂച്ചർ. എന്താ അർത്ഥം? ഞാന് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരണോ? ഫസ്റ്റ് നല്ല പ്രതീക്ഷ നിന്റെ ചവിട്ടിക്കൊരു പോയിട്ട് വേണം നമുക്ക് ലെവലൊക്കെ ശരിയാക്കാൻ. നിങ്ങളൊന്ന് പോയിട്ട് എന്താ അവിടെ ഒന്ന് കണ്ടുവരിക, എന്നിട്ട് ഞങ്ങള് വരാം. സമർത്ഥമായി രക്ഷപ്പെടുന്നോ? പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, കാരണം രണ്ടാമത്തേലേക്കാരം ഫസ്റ്റത്തിൽ വന്ന അപാകതകളൊക്കെ പരിഹരിക്കൽ രണ്ടാമത്തേലേക്കാരം. പരീക്ഷണം കഴിഞ്ഞിട്ട് യഥാർത്ഥ ടെസ്റ്റ് നമ്മളെ നടത്തുക. ഒന്നാമത്തിൽ പോട്ട് കഷ്ടപ്പെട്ട് നറുക്ക് കൊടുക്കായിരുന്നു. ഞങ്ങൾ പെസയ്യാത്തിന് ആശംസക്കുള്ള ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാകും അവിടെ ഒട്ടിക്കാന് റൂമില്. ഒരു കാര്യം ചെയ്യും, മാഡത്തിന്റെ ഫോട്ടോ വെച്ചോ. ഇത്രയും കുട്ടിയെ ക്ലാസ് എടുക്കുന്ന മാഡത്തിന് കൺഗ്രാജുലേഷൻ എല്ലാം മറ്റേ എടുത്തോ. ഈ പെസിമിസം ഒന്ന് പറയാൻ പറ്റുമോ? പെസിമിസം ഹോപ്പ്ലെസ് ആണ്. എന്താ സംഭവം? 0 ഐ ആം നോട്ട് ഡിസ്കറേജ്ഡ് അബൌട്ട് മൈ ഫ്യൂച്ചർ. എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഐ ആം നോട്ട് അതായത് എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് ഒന്നുമില്ല, ഡിസ്കറേജ് ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനല്ലേ പറയണ്ടേ? എന്താന്ന് മനസ്സിലാവാണ്ടും ടെക്ക് ചെയ്യാൻ കഴിയില്ല. ഈ പെസിമിസം ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അതായത് എന്ത് തന്നെയായാലും നമുക്ക് വേസ്റ്റ് ആയി പോകുന്നുള്ള ചിന്ത തന്നെ, ഒന്നും ശരിയാവില്ല. എന്ത് ചെയ്താലും നെഗറ്റീവ് ആണ്. അപ്പൊ എനിക്ക് പെസിമിസം ഇല്ല എന്ന രീതിയിലാണ് അതിൽ പറയണത്. എനിക്ക് ഭാവിയെ കുറിച്ച് അശുഭാപ്തി വിശ്വാസം ഇല്ല. പിന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ വെച്ച് നോക്കിയാൽ 0 ഒക്കെ ആണെങ്കിൽ ഡിപ്രഷൻ കുറവായിരിക്കും. 1 2 3 3 എത്തുന്ന സമയത്ത് ഭയങ്കര ഡിപ്രഷൻ ഉള്ള ഒരു ടോപ്പിക് ആയിരിക്കും വരിക. നമുക്ക് അത് വെച്ചിട്ട് ഒരു ആവറേജ് ഇട്ട് പോവൊക്കെ ചെയ്യാവാണെങ്കിൽ ഒരു 2 പിടിച്ച് അങ്ങനെ പോവാ അല്ലെ? 2 3 പിടിച്ച് പോയാൽ മതി. നമുക്ക് ഇതുണ്ടല്ലോ 2 പിടിച്ച് പോവാൻ പൈസ അല്ല,
മുപ്പത്തി രണ്ട് പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നോട്ടം നോക്കും, ക്ലയന്റോടെ ചോദിക്കും, മുപ്പത്തി ഒറ്റ നോട്ടത്തിൽ പറയും ഇത് പിടിച്ചത് എവിടാന്നല്ലേ. മാറി മാറി കളിക്കാം. എവിടാ പിടിച്ചത്? നോക്കൂല, നീ 10-60 നോക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് വേറെ പണിയൊന്നും. ഞാൻ പറയട്ടെ, ഇത് നോക്കിയാണ് 30 ആലോചിക്കണി, എല്ലാ റഫ് റോക്കോടും 30 നോക്കി, ഓരോ പേജ് വെച്ചിട്ട് വസീമേ 1.5 മാസമായി ഞാൻ അപ്ലൈ ചെയ്തിട്ട്. അതിനോട് പറഞ്ഞ് കിട്ടിയിട്ടില്ല, മെയിൽ കിട്ടിയിട്ടില്ല, അങ്ങനെല്ലാം പറഞ്ഞേ. ബയ്യ പറഞ്ഞേ ഇതിലുണ്ട്, സ്പാമിലുണ്ട്. ഇന്നുണ്ട് മോനെ 5-8 വോയിസ്, 6 മിനിറ്റുള്ള വോയിസ് അല്ലോ. ഒരു കുന്തവും തിരിഞ്ഞിട്ടില്ല. ഞാൻ പറ നമ്മളെ ഹെഡോട് ചോദിച്ചിട്ട് പറഞ്ഞതാ. ഞാനൊക്കെ എന്തിരിയാ, ഞാൻ പറഞ്ഞ ഞാനിപ്പോ എടുത്ത് എടുത്തിട്ടല്ലേ. നടക്കട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് അയക്കൊന്നും വേണ്ട, എല്ലാം സെറ്റാക്കിട്ട് അത് കേട്ടു. ഞാൻ സെറ്റാക്കിട്ട് അന്ന് കൊണ്ടുവന്നാ മതി. ആയിക്കോട്ടെ, അസ്സലാമലൈക്കും. പറഞ്ഞാ മതി. ആളുണ്ട്, ഓ റെഡിയാക്കണം, ഞാൻ റെഡിയാക്കാം, ഇല്ലെങ്കിൽ ഞാൻ അത് മിക്കവാറും പൊക്കുമല്ല. ഇനി അങ്ങനെ നോക്കാൻ സാധ്യത കുറവാണ്. ഇനി നോക്കൂലാന്ന്, വേറെ പണിയൊന്നുമില്ല അവർക്ക്. അപ്പൊ നമുക്ക് ഇനി എന്തേലും ഉടായിപ്പോ വേറെ ഒന്നും ഒരു പണിയില്ലാന്ന് തോന്നി ഇവർക്കല്ലേ. മുപ്പത്തിണ്ടല്ലോ ഈ തട്ടിക്കൂട്ടി ടീമിനോട് നല്ല ചൂടാണ്ട് ഇതില്. നിങ്ങൾ അറിയാതൊക്കെയാണ്, ആ ഗ്രൂപ്പിലൊന്നും അറിയില്ല, നല്ല കേട്ടിട്ടുണ്ട്. നിങ്ങള് ക്ലാസ്സിൽ ഞങ്ങൾ എവിടെ നോക്കി ഇരുന്ന് നോക്കാൻ ഫുള്ള് റോങ് അടിക്കുന്നുണ്ട്. റീറൈറ്റ് കൊടുത്തിട്ടുണ്ട് റെക്കോർഡ്, രണ്ടാമത് ചെയ്യാൻ പറഞ്ഞവരുണ്ട്. മൊത്തത്തില് മാറ്റിക്കോന്ന്, ഫുള്ള് മാറ്റി. നമ്മളത് അങ്ങനെ വലിയ ഹാർഡൊന്നും പറ്റില്ല, കുറച്ച് അങ്ങനെ ഇങ്ങനെ ഉണ്ട്. അത് ശരിയാക്കിട്ട് വാ, എന്നിട്ട് അന്ന് അങ്ങനെ കൊണ്ടുവന്നാ മതി പറഞ്ഞു. ഏടാ ഇതൊന്നും നോക്കിട്ട് ഒപ്പിച്ച് കൊടുത്തിട്ട്. ഒരു എനിയാഗ്രാം പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്, നിങ്ങൾ കേട്ടണാവോ? അതില് നമ്പർ 9 ആണ് മൂപ്പത്തിയേര്. ഒക്കെ പെർഫെക്റ്റ് ആണ്. 1 ഇഞ്ച് അങ്ങോട്ടോ ഇത് പെർഫെക്ഷനിസ്റ്റ് പറഞ്ഞ ഡിസോർഡർ അല്ലേ? ചില ആൾക്കാർ 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവില്ല, ഒക്കെ കൃത്യമായിരിക്കും. അതിന്റെ ഒരു കോഴ്സ് ഞാനേ ഒരു ഓൺലൈൻ കോഴ്സ് കണ്ടേ. അപ്പൊ അതില് മൂപ്പര് ഒരു കേസ് പറഞ്ഞു. നമ്മളെ കേസല്ല, മൂപ്പരെ കേസാണ്. അപ്പൊ 2 ഹസ്ബൻഡും വൈഫും വന്നത്രേ. എന്നിട്ട് പ്രശ്നം എന്താന്ന് വെച്ചാല്, ഹസ്ബൻഡ് പറഞ്ഞു ഈ പേസ്റ്റ് എടുക്കുമ്പോഴേ പേസ്റ്റ് അടിയിന്ന് വെക്കി. വൈഫ് പറഞ്ഞു എവിടുന്ന് വെക്കാലും പോയാ, ഇനി ഞായറാഴ്ച ഒക്കെ ഫ്രീ ആവുന്ന സമയത്ത് അടിയിന്ന് വെക്കി മുകളിൽ എത്തിച്ചാ പോരെ. അതാണ് ഇവര്. അപ്പൊ ഈ പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പൊ എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു ടൈപ്പാണ് മൂപ്പത്തിയേര്. സാറാമാൻ പറയാം ഒക്കെ പെർഫെക്റ്റ് ആണ്, അങ്ങോട്ടും അങ്ങോട്ടും ഉണ്ടാവില്ല. മനസ്സിലാക്കി വെക്കണല്ല, ഏതായാലും ഇനി പ്രയോഗിക്കാലോ. അപ്പൊ പോട്ടെ, ഇത് ഒരു വെടിക്കുള്ള ഉണ്ടായി. നമുക്കിങ്ങനെ പോവാല്ലേ. പാസ്റ്റ് ഫെയിലിയറിനെ കുറിച്ച് ഒക്കെ കേട്ടിച്ചോളി. അവിടെ പോയിട്ട് കണ്ണൂർ എവിടെയാപ്പ ക്ലിനിക്കരുടെ കാര്യം ഉണ്ടാവൂല. പക്ഷെ ഇതൊന്നും ഇങ്ങനത്തെ കേസുകളൊന്നും നമ്മടത്ത് വരുന്നില്ല മോനെ. അതെല്ലാം വെറുതെ പറയുന്നത്. ഈ കൗൺസിലിംഗ് കേസുകൾ മാത്രമേ വരുന്നുള്ളൂ. ക്ലിനിക്കൽ കേസുകളെല്ലാം വളരെ റെയറാണ്. ക്ലിനിക്കിലൊക്കെ നല്ലോണം നടക്കുന്നുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. അല്ല അത് ഇവിടെ നമ്മളെ ഈ ഹോസ്പിറ്റൽ ഓറിയന്റഡ് ആയ സ്ഥലത്ത് മാത്രമേ, അത് രണ്ടും ക്ലബ് ചെയ്ത സ്ഥലത്തെ ആൾക്കാർ അവിടെ പോകും. സാധാ കോഴിക്കോടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോ ഏകദേശം 150 കേസ്, 202 കേസ് എടുത്തു. അതിലാകെ 4 കേസ് എനിക്ക് വന്നിട്ടില്ല. മറ്റേത് ഈ ബൈപ്പോളാർ മറ്റങ്ങനത്തെ അതെല്ലാം അവരെന്നെ ഡയഗ്നോസ് ചെയ്ത് റിപ്പോർട്ടും കൊണ്ടാ വരുന്നത്. നമ്മളെ റോങ് ഇതാന്ന് പറഞ്ഞിട്ട്. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതിന് ആരെങ്കിലും അണ്ടർലൈൻ നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് എന്തായാലും വേണം. നല്ല തിരുവാള ടീമിനടുത്ത് ഇരിക്കണം. ഞാൻ ആ ഷെമിന മാമിന്റെ അടുത്ത് ഇങ്ങനെ പോണെന്ന് വരും. പിന്നെ എനിക്ക് അന്ന് തന്നെ ചർച്ചയായി, അതുകൊണ്ടാ പിന്നെ ഞാൻ പോവാന്. ഒരു ഗ്രാഹ്യൊന്നും ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരട്ടം പോയിന്ന്, അന്ന് എന്നെ അവിടുത്തെ കാര്യപ്പെട്ട ആളാക്കി മൂപ്പത്തിയേര്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും അതിനോടെ മനസ്സിലായിക്കോ അത്രേ ഉള്ളതല്ലേ വസീമേ? അല്ലേ നസീഫിനെ മോട്ടറാക്കിയാണ്.
അതെ അതെ മോട്ടറൈൻ ചെയ്ത് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തും, നമ്മളെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് കൊണ്ടേ ഇരുത്തും. ഒന്നും ചോദിക്കില്ല. അല്ല, എന്നിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും നടത്തുക. ഭയങ്കര ടെക്നിക്കാണ്. നല്ല പൈസ ഇറക്കിയിട്ടുണ്ട്. പുതിയത് തുടങ്ങിയില്ലേ, പുതിയ സ്ഥാപനമൊക്കെ അതില് സെറ്റ് ആക്കിയില്ലേ. 10 ഇരട്ടി ഉണ്ടാക്കും വിചാരിച്ച്. അതിലും ഭയങ്കര ടെക്നിക്കാണ്. അതെ അതെ. ഇപ്പൊ പ്രസവമൊക്കെ ആയതുകൊണ്ട് എന്താ അറിയില്ല ഇനിയിപ്പോ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാതിരുന്ന, വെക്കേഷനിൽ ഞാൻ പോണം വിചാരിച്ചു. പിന്നെ എന്റെ നാക്കിന്റെ പ്രശ്നം തലയിൽ വന്നു. അപ്പൊ പിന്നെ അങ്ങനെ ആയി. ഏതായാലും നമുക്ക് ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞിട്ടേ സർട്ടിഫിക്കറ്റെല്ലാം കൈ കിട്ടിച്ചാകുമ്പോ അടിപൊളിയായിട്ട് കുറച്ച് ഒരു 2-3 ദിവസം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്യാമ്പ് കിട്ടിയാൽ മതി. നല്ലൊരാളെ കിട്ടിയാൽ നമുക്ക് ഒരാളെ കീഴിലിരുന്ന പിന്നെ നമുക്ക് ചെറിയ ചെറിയ കൗൺസിലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരാളെ കീഴിലിരുന്നാലും നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഡിസോർഡറുള്ള കേസുകളൊന്നും അങ്ങനെ പെട്ടെന്ന് വരണമെന്നില്ല. അതാണ് പ്രശ്നം. അപ്പോ നമുക്കെന്താ വേണ്ടറിയോ വസീമേ, എനിക്ക് തോന്നുന്ന ആറ്റുന്നാലേ ഈ ഫീൽഡിൽ നന്നായിട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് നന്നായിട്ട് ഈ ചെയ്യുന്ന ഒരാളെ ഒരു ഞായറാഴ്ചയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് എമൗണ്ട് കൊടുക്കുക, 5-10 കൊടുത്തിട്ട് നമുക്കൊരു സ്പെസിഫൈ ആയിട്ട് കുറച്ച് ആളെ സംഘടിപ്പിച്ചിട്ട് അയാളുടെ അടുത്ത് നിന്ന് നല്ല കറക്റ്റായിട്ട് ശരിക്കും ഒരു മിനിമം നമുക്ക് വരുന്ന കുറച്ച് കേസുകൾ ഉണ്ടല്ലോ, ഇപ്പൊ ഡിപ്രഷൻ പോലത്തെ, അതിന്റെ അതുപോലെ ബൈപ്പോളാർ. എന്താ അറിയോ, ഇത് 2 ദിവസം തീരൂല എന്ന് പറഞ്ഞാലൊന്നല്ല, തീരൂല. ഒരു 10 ദിവസം മിനിമം ചുരുങ്ങിയത് വേണ്ടി വരും. നമുക്ക് ആർക്കാ സമയോടെ അതിന്റെ പ്രശ്നം. അതാണ് ഓർക്ക് പറഞ്ഞു തരണമെങ്കിലും അത്ര സമയം വേണ്ടി വരും. ഇതിനായിട്ട് മെനക്കിടുന്ന ടീമിനെയും കയ്യില് നല്ല എക്സ്പേർട്ട് ആവാൻ പറ്റൂ. ഇതിനെ കുത്തിയിരിക്കണം, വേറെ ഒരു ഇടപാടുണ്ടാകാൻ പാടില്ല. കേസുകൾ വരണം, കേസുകൾ വരാനും അറ്റൻഡ് ചെയ്യാനും കഴിയണം. അതിനിപ്പോ എന്താ ചെയ്യാന്നപ്പോ ഞാൻ ആലോചിക്കണം. കേസ് ഇഷ്ടം പോലെ വരും. പക്ഷെ എനിക്ക് ഈ മറ്റേ ക്ലിനിക്കൽ കേസുകൾ നമ്മൾ ഡിപ്പെൻഡ് ഞങ്ങൾക്ക് വളരെ കുറവാണ് ക്ലിനിക്കൽ കേസുകൾ. നമുക്ക് ഏതായാലേ ഇതിനുള്ള കേസുകൾ വരാനുള്ള കാര്യങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു കേട്ടോ മുഹമ്മദ് മാഷെ. തീർച്ചയായും അതിനൊന്നും കാര്യമായിട്ട് നമ്മളെ പക്ഷേ നമുക്ക് ക്ലാസ്സുകൾ എടുക്കണം, നന്നായിട്ട് ക്ലാസ് എടുത്താലേ നമ്മൾ കേസ് കൈകാര്യം ചെയ്യുന്ന ആളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതന്നെയാണ് കാര്യം. നമ്മളെ സമയം വെറുതെ പോകണ്ടേ. നമുക്ക് ഇത് ക്ലിയർ ആയില്ലേ? നമുക്ക് സ്കിപ്പ് ചെയ്യല്ലേ? അടുത്ത ടെസ്റ്റ് എടുക്കല്ലേ? ക്രൈയിങ്, സൂയിസൈഡൽ തോട്ട്, സെൽഫ് ഡിസ്ലൈക്ക്, അങ്ങനെ പറയുന്നുണ്ട് കുറച്ചെല്ലാം. അത് നമുക്ക് ഇനി ആ സമയത്ത് നോക്കാം, അത് പ്രശ്നമില്ല. അടുത്ത വളരെ സിമ്പിൾ ആണ്. ആങ്സൈറ്റി ഇൻവെന്ററി, ഇതാണ് രണ്ടാമത്തത്. ട്രൈറ്റും അല്ലേ? സ്റ്റേറ്റ്, ട്രൈറ്റ്, ആങ്സൈറ്റി, ഇൻവെന്ററി. ആങ്സൈറ്റി അവിടെ അളക്കണം. ഇതില് നമ്മള് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ് ഉണ്ട്, പിന്നെ എന്തൊക്കെയാണ്, പിന്നെന്താ പ്രൊഫൈല് വരുന്നുണ്ട്, നേരത്തെ പറഞ്ഞ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഇൻട്രൊഡക്ഷനും പിന്നെന്താ വരുന്നത്? ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, അത് കഴിഞ്ഞ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ്, ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്, പിന്നെ പാർട്ടിസിപ്പന്റിന്റെ എന്താണ് പ്രൊഫൈല് വരുന്നുണ്ട്, പിന്നെ മെറ്റീരിയൽ റിക്വയർഡ് വരുന്നുണ്ട്, പിന്നെ പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ. പിന്നെ സ്കോറിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് റിസൾട്ട്, ഡിസ്കഷൻ, കൺക്ലൂഷൻ. 8 എണ്ണം അല്ലേ? ഓക്കെ, ഇൻട്രൊഡക്ഷൻ പറഞ്ഞോളൂ. ഇൻട്രൊഡക്ഷനിൽ 2 കാര്യങ്ങളാണ് വരിക. ഒന്ന് ആങ്സൈറ്റി എന്താണെന്നും പറയാം, പിന്നെ ടെസ്റ്റ് കൊണ്ടുവന്ന ആളാരാണ് എന്നൊക്കെയാണ് ഇതിൽ ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. ആങ്സൈറ്റി പറഞ്ഞാൽ എന്താണ് ഒന്ന് പറഞ്ഞാല്. ആങ്സൈറ്റി, വാട്ട് ഈസ് ആങ്സൈറ്റി അല്ലേ? Some point in their life, however, some people find hard to control worries ആണ് ശരിക്കും. worries ആണ്. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഫിയറും വറീസുമായി സംഭവമാണ്. ഓക്കെ. എല്ലാ സാധനത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലോ ഉണ്ടാകുന്ന ഇന്റൻസ് വെറി അല്ലെങ്കിൽ ഇന്റൻസ് ഫിയർ
ഭയോ, അതുപോലെ എന്താ വറിക്ക് എന്താ മലയാളം പറയാ, ആശങ്ക. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ആശങ്ക തന്നെയല്ലേ ശരിക്കും. Yes. എന്താവും എങ്ങനെയാവും എന്നല്ലോ അതിന്റെ ഇന്നർ ആയിട്ടൊരു ഫിയർ ഉണ്ടാവും. ഇത് ഒരു ഓരോ ഒരു നിശ്ചിത മലയാളത്തിൽ പറഞ്ഞ സാഹചര്യത്തിലുണ്ട്. ബേജാറ്, ഭയങ്കര ബേജാറ്. ഒരു നിശ്ചിത സാഹചര്യത്തിലോ അല്ലെങ്കിൽ എല്ലാ സാഹചര്യത്തിലോ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഇന്റൻസ് ഫിയറിനാണ് എന്ത് പറയാം, ആങ്സൈറ്റി എന്ന് പറയാം. ഓക്കെ. പിന്നെ അതിന്റെ വേറെ എന്തൊക്കെയായാലും എന്ത് ആഡ് ചെയ്യണ്ടോ? അത് വേണമെങ്കിൽ നമുക്കൊന്ന് വിശാലമായി വായിച്ചാൽ നമുക്ക് നമ്മളതായ രീതിയിൽ പറയാൻ പറ്റും. ഇതിലിങ്ങനെ അതിന്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഇത് ഡെയിലി ലൈഫിനെ വല്ലാണ്ട് ബാധിക്കുന്നു അല്ലെ? അത് ഡെയിലി ലൈഫിനെ എഫക്ട് ചെയ്യുന്നു. അതായത് ആങ്സൈറ്റി സാധാരണ ഉണ്ടാവും എല്ലാവർക്കും, പക്ഷെ ഇതൊരു ഡിസോർഡർ ആയിട്ട് വരുന്ന എപ്പാ വെച്ചാല് അത് ഇറ്റ് വിൽ എഫക്ട് ദർ ഡെയിലി ലൈഫ്. ഡെയിലി ലൈഫിനെ ബാധിക്കുമ്പോഴാണ് ശരിക്കും ഇതൊരു ഡിസോർഡർ ആകുന്നത്. ഓക്കെ. അല്ലെങ്കിൽ സാധാ കോമൺ ആയി എല്ലാവർക്കും വരുന്ന സാധനമാണ്, ഇല്ലാണ്ടിരിക്കൂല. മെയിൻ സിംറ്റം ഫസ്റ്റ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ പറയാം. ഒന്ന്, ഫാസ്റ്റ് ഹാർട്ട് ബീറ്റ് ഉണ്ടാവും, ഹാർട്ട് ബീറ്റ് കൂടും. പിന്നെ ഹെഡ് ഏക്ക് ഉണ്ടാവും. പിന്നെ റാപ്പിഡ് ബ്രീത്തിങ് പറഞ്ഞാൽ ശ്വാസം പെട്ടെന്നുള്ള ശ്വാസം ഉണ്ടാവും. പിന്നെ സ്വെറ്റിങ് കേൾക്കാറില്ല, വേർക്ക. പിന്നെ ഫീലിംഗ് ടയേർഡ്, ക്ഷീണിതനാണെന്ന് തോന്നാം. ഫിയർ, ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആശങ്ക, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ഷോർട്ട് ടേം മെമ്മറി, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഏതൊക്കെയാ പറഞ്ഞ, ഒന്ന് ഹാർട്ട് ബീറ്റ് കൂടും, തലവേദന ഉണ്ടാവും, ശ്വാസം സ്പീഡാവും, അതുപോലെ വേർക്കും, ടയേർഡ് ആണെന്ന് തോന്നും, ഫിയർ ഉണ്ടാവും, അതേപോലെ തന്നെ കോൺഫിഡൻസ് കുറയും, ഭാവിയെ കുറിച്ചുള്ള ഭയം ഉണ്ടാവും, പിന്നെ കോൺസെൻട്രേഷൻ ഇല്ലായ്മ ഉണ്ടാവും, ഷോർട്ട് ടേം മെമ്മറി ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ടെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇത് 4 പോയിന്റ് ലിക്കറ്റ് സ്കെയിലാണ്. പലതരത്തിലുള്ള സ്കെയിലുകൾ ഉണ്ടല്ലോ, അതിൽ 4 പോയിന്റ് സ്കെയിൽ എന്നാണ് ഇതിന് പറയാം. 4 ഓപ്ഷൻ ഉണ്ടാവും. 4 ഓപ്ഷന് 4 വാല്യൂ ആണ് ഉണ്ടാവുക. ഈ വാല്യൂ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വാല്യൂ ആഡ് ചെയ്ത് കാണാനാണ് സ്കോർ കണ്ടെത്താം. പക്ഷെ ചിലതിന് റിവേഴ്സ് ആയിട്ടാണ് വാല്യൂ കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ 4 പോയിന്റുകളാണുള്ളത്. ഓക്കെ. ഇതിൽ 2 സ്കെയിലുകൾ ഉണ്ട്. ഓക്കെ. ഒന്ന് ട്രൈറ്റ് സ്കെയിലും ഉണ്ട്, ട്രൈറ്റ് അളക്കാൻ വേണ്ടിയിട്ടുള്ള സ്കെയിലും ഉണ്ട്, സ്റ്റേറ്റ് അളക്കാൻ വേണ്ടിയിട്ടുള്ള സ്കെയിലും ഉണ്ട്. 20 ഐറ്റം ഉള്ള 2 സ്കെയിലുകളാണ് ഇതിലുള്ളത്. നിങ്ങൾ കണ്ടോ? ആ PDF ഒന്ന് എടുത്തു നോക്കി. ഒറ്റ മിനിറ്റ് ഞാൻ ഫാൻ ഇട്ട് ഭയങ്കര അതിൽ അശ്വതി ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ടല്ലോ. ഈ 4 പോയിന്റ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. 4 പോയിന്റ് സ്കെയിൽ ആ പേജ് നമ്പർ ഒന്ന് എടുക്കി, ഇതെടുക്കി. 22ാമത്തെ പേജ്. 22ാമത്തെ പേജില് കണ്ടോ? എവിടെയാണ്? 24ാമത്തെ പേജ്. 22ാമത്തെ പേജിലാ? ഏതിലാണ് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്തത്? 22, 24? 22 ഹിസ്റ്ററി ഡെവലപ്മെന്റ് ടെസ്റ്റിൽ അതിലാണ്. അല്ല, അഡ്മിനിസ്ട്രേഷൻ ഫോം, പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ആ ഫോം അല്ലേ? ഫോം. അതെ ഫോം. അതിൽ 22 എന്താ ഉള്ളത്? 22 ഇതില്ലേ? 24 അഡ്മിനിസ്ട്രേഷൻ ഫോം. 21 40 കാണിക്കുന്നുണ്ടല്ലോ. അതെ പറഞ്ഞരാ. ഇതില് 40 അല്ല, മൊത്തം 40 എണ്ണാണ് വരുന്നത്. 2 പേജ് കണ്ടില്ല നിങ്ങള്? 1 മുതൽ 20 വരെ സ്കെയിലും 21 40 വരെ വേറെ സ്കെയിലും ആണുള്ളത്. ഓക്കെ. സ്റ്റേറ്റ് അളക്കാനുള്ളതും അടുത്തത് റേറ്റ് അളക്കാനുള്ള സ്കെയിലാണ്. 20 വരെയുള്ളതോ? 20 വരെയുള്ള സ്റ്റേറ്റ് അളക്കാൻ വേണ്ടിയിട്ടുള്ള സ്കെയിലാണ്. സ്റ്റേറ്റ്
സ്റ്റേറ്റും പിന്നെ സ്കെയിലും എന്താ വ്യത്യാസം? സ്റ്റേറ്റും ട്രേറ്റും നമ്മൾ വ്യത്യാസം. അതെന്താ വാസീമെ, എന്താണ് വ്യത്യാസം ട്രേറ്റും സ്റ്റേറ്റും? നോക്കട്ടെ, നോക്കേണ്ടി വരും. സംഗതി അത് ഞാൻ നോക്കാൻ മറന്നേ. അതൊരു പ്രധാന ചോദ്യം. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ആങ്സൈറ്റിയിലുള്ള രണ്ടെന്തോ സാധനമാണ് തോന്നുന്നു. ടോട്ടൽ 40. ഇത് ക്വസ്റ്റ്യനെയർ ആണോ സംഭവം? ക്വസ്റ്റ്യനെയർ തന്നെയാണോ? ക്വസ്റ്റ്യനെയർ. ഇത് ക്വസ്റ്റ്യനെയർ ആണ്. ക്വസ്റ്റ്യനെയറിന് 4 ഓപ്ഷൻ കണ്ടില്ല നിങ്ങള്? 1, 2, 3, 4 എന്ന് പോയിന്റ് ഇട്ടിട്ട് റൗണ്ടിന്റെ ഉള്ളിൽ 4 ഓപ്ഷൻ. 1, 2. ഈ മുകളിൽ നോക്കി, അതിന്റെ മുകളിലുള്ള ഓപ്ഷൻ നോട്ട് അറ്റ് ആള്, സംവാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കണ്ടില്ല നിങ്ങള്? രണ്ടാമത്തേന് നോക്കി, രണ്ടാമത്തേന്റെ എന്താണ് ആൾമോസ്റ്റ് നെവർ, സംടൈം, ഓൾമോസ്റ്റ് ഓൾവേസ്. അത് രണ്ട് സ്കെയിലാണ്. ഒന്നാമത്തേല് സ്റ്റേറ്റ് അളക്കാൻ അല്ല, 20 വരെയുള്ളത് സ്റ്റേറ്റ് അളക്കാൻ, സ്റ്റേറ്റ് അളക്കാനുള്ളതും മറ്റേത് ട്രേറ്റ് അളക്കാനുള്ള 2 ക്വസ്റ്റ്യനെയറുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് 4 ഓപ്ഷൻ മനസ്സിലാക്കണം. 1, 2, 4 വാല്യൂ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് ഓക്കെ. ഇത് 40 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. നമ്മൾ നേരത്തെ ഇത് മെഷർ ചെയ്യുന്നത് 2 സ്കെയിൽ, 2. അതായത് സ്റ്റേറ്റും ട്രേറ്റും എന്താ അറിയോ? സ്റ്റേറ്റ് പറഞ്ഞാല് ടെമ്പററി ആണ് സംഭവം. അതായത് ഓരോ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളില്ലേ, അതാണ്. ട്രേറ്റ് പറഞ്ഞാൽ ക്യാരക്ടറിൽ ഉൾപ്പെട്ട സാധനമാണ്. അതവിടെ ഉണ്ടാവും, ട്രേറ്റ് ആയിട്ട് അങ്ങനെ വരുന്ന സംഭവം. സ്വഭാവമായിരിക്കും, പേഴ്സണാലിറ്റി ആയിരിക്കും അല്ലെ? അതിലുണ്ടാവും. അത് ചില സിറ്റുവേഷനിൽ അതും അയാള് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആയി പോകും. ആ ട്രേറ്റിൽ ഉള്ളത് കൊണ്ട് ആ സമയമാകുമ്പോൾ ട്രേറ്റ്. സ്റ്റേറ്റ് പറയുമ്പോൾ ടെമ്പററി. എക്സാം സ്ഥിരമായത് ക്യാരക്ടറിലുള്ളത് ട്രേറ്റ്. സ്റ്റേറ്റ് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചാൽ മതി. ഇപ്പത്തെ സ്റ്റേറ്റ് എന്താ? ഇപ്പത്തെ കാലാവസ്ഥ ആലോചിച്ച ഇപ്പോഴേ കറണ്ട് മാനസികാവസ്ഥ. അതെ, സിറ്റുവേഷനിലുള്ള സംഭവങ്ങൾ. എക്സാം എഴുതുമ്പോൾ പേടി, അതേമാതിരി കുറച്ച് പേടികളുണ്ട് ഇപ്പം സിറ്റുവേഷനിലാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ ബേസ്ഡ് ആയിരിക്കും അല്ലേ? അതെ. സിറ്റുവേഷൻ ബേസ്ഡ്. ട്രേറ്റ് എന്ന് പറഞ്ഞാല് അത് എപ്പോഴും അയാളുടെ പേഴ്സണാലിറ്റി ബേസ്ഡ് അല്ല, പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവും, ഒളിഞ്ഞിരിപ്പുണ്ടാവും, ട്രേറ്റിൽ കിടക്കുന്നുണ്ടാവും. അതെ. ചില ആൾക്കാർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇങ്ങനെ പലതരത്തിലുള്ള ക്വാളിറ്റീസ് ഒക്കെ ഇതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇനി ഇത് കൊണ്ടുവന്ന ആളെ പേര് ചാൾസ് എന്താണ്? സ്പീൽബർഗർ. എന്താണ് സ്പൈസിയാണ് ആള്. സ്പീൽബർഗറോ? എന്ത് വായിക്കാ? സ്പീൽബർഗർ. പേരിലായാലും ബന്ധപ്പെട്ടത്. 3 ആൾക്കാരുണ്ട് കേട്ടോ, ഒരാള് മാത്രല്ല, 3 ആൾക്കാരുണ്ട്. അതിൽ കണ്ടില്ലേ നിങ്ങള്? ഫസ്റ്റ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഹിസ്റ്ററിയിലൂടെ ഇതില് ഇൻട്രൊഡക്ഷനിലെ 3ാമത്തെ പാരഗ്രാഫ് ഉണ്ട്. ഇതിലുണ്ട് ചാൾസ് സ്പീൽബർഗർ ഉണ്ട്, RL ഗോർസച്ച്, പിന്നെ RE ലുഷേനെ. അങ്ങനെ 3 ആൾക്കാരുണ്ട്. ഇത് ഐഡി കാണില്ല ഹിസ്റ്ററിയില്ല. ഹിസ്റ്ററിയിൽ നമ്മള് എന്താണ് ഇൻട്രൊഡക്ഷനില് നിങ്ങൾ കണ്ടില്ലേ? സൈക്കോളജിക്കലും ഫിസിക്കലും ബേസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പാരഗ്രാഫ് ഇല്ലേ? സ്റ്റേറ്റ് റേറ്റ് ആൻസൈറ്റി ഇൻവെന്ററി മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിലെ 3ാമത്തെ വരിയിലുണ്ട്. അത്യാവശ്യം ബർഗർ ഓർമ്മിച്ചാ കിട്ടൂല്ലേ? ചാൾസ് ഞാനും അതൊക്കെ കട്ട് ചെയ്ത കേട്ടോ. സ്പീൽബർഗ് മാത്രമേ ഉള്ളൂ, കുറെ ചുരുക്കി തോന്നുന്നുണ്ട്. ഇന്ത്യയില് ഞാൻ എന്റെ റെഫറൻസ് ഉണ്ടാക്കിയപ്പോഴേ ചുരുക്കി തോന്നുന്നുണ്ട്. കാണാനില്ല, മറ്റേ കാണാനില്ല, പേര് നോക്കിയിട്ടല്ലേ.
എന്നാ സ്പീൽബർഗർ മാത്രം ആക്കാം നമുക്ക് കുടുങ്ങാണെങ്കിൽ. ആ ബാക്കിയുള്ള നല്ലത്. ഓർമ്മ ഉണ്ടെങ്കിൽ അല്ലേ ഇതൊക്കെ പറയുമ്പോഴേ പണ്ഡിതനാ വിചാരിക്കും അടുത്ത വരും. അതെ അതെ ഇപ്പോ ചാൾസ് സ്പീൽബർഗർ. സ്പീൽബർഗർ, ചാൾസ് സ്പീൽബർഗർ കൊടുത്താൽ മതി. ബാക്കിയുള്ള സ്കിപ്പ് ചെയ്യാം. SPIL ബർഗർ. എന്തായാലും മറക്കൂല. അതെ, ഉള്ള ആള് ബർഗർ തിന്നിരിക്കുന്നു. ഓക്കെ. ഇനി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ് ആണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഇതില് 40 ഐറ്റം ടെസ്റ്റ് 2 സ്കെയിലുകളായി ഡിവൈഡ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഒന്ന് ആൻസൈറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻസൈറ്റി അളക്കാൻ വേണ്ടിയിട്ടുള്ള 20 ടെസ്റ്റുകൾ. ഓക്കെ. ഇതില് മെയിൻ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഫീലിങ്സ് ഓഫ് അപ്രഹെൻഷൻ, ആശങ്ക, ടെൻഷന്, നെർവസ്നെസ്, വറി, ഇതിനെ കുറിച്ചൊക്കെയാണ് ഈ സ്റ്റേറ്റ് ആൻസൈറ്റിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ ആശങ്ക, ടെൻഷൻ, നെർവസ്നെസ്, വറി. It evaluates the feelings of apprehension, tension, nervousness and worry in the present moment. Present momentലുള്ള അപ്രഹെൻഷനെ കുറിച്ചും ടെൻഷനെ കുറിച്ചും നെർവസ്നെസ്സിനെ കുറിച്ചും വറിയെ കുറിച്ചാണ് ഇതിൽ വരുന്നത്. ഓക്കെ. ഇതിന് 4 റെസ്പോൺസ് ആണുള്ളത്. അതാ ഗ്രാഫിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒന്ന് നോട്ട് അറ്റ് ആൾ. നോട്ട് അറ്റ് ആൾ എന്ന് പറഞ്ഞതുണ്ട്, സംവാട്ട്, പിന്നെ മോഡറേറ്റ്ലി മോഡറേറ്റ്, പിന്നെ ഒന്ന് മോഡറേറ്റ്ലി സോ രാത്രി എടുത്താൽ ലുക്കല്ലേ, എന്താ ചെയ്യാ. ഏതായാലും മൂപ്പര് പൗതി ഉറക്കത്തിലാണ്. നരേന്ദ്രനിൽ അങ്ങനെ ഉറങ്ങുന്ന ആളുകള് എല്ലാം കേൾക്കുന്ന നരേന്ദ്രൻ കേട്ടില്ലേ? നരേന്ദ്രൻ ഏതാണോ? നരേന്ദ്രനോ? ഏതായാലും പിന്നെ ഉറങ്ങുമായിരുന്നു. പക്ഷെ നരേന്ദ്രനാണ് ഏറ്റവും നല്ല കുട്ടി. ഫുള്ള് നരേന്ദ്രൻ എല്ലാ കാര്യം അറിയും. എന്തായാലും തിരിച്ചു വരാം. വിശദീകരണമായിട്ട് പനീഫ് സാർ വരും. സംവാട്ട്, മോഡറേറ്റ്, മോഡറേറ്റ്ലി സോ എന്നുണ്ട്. മോഡറേറ്റ്ലി സോ. നാലാമത്തെയാ? അല്ല, മൂന്നാമത്തേത് മോഡറേറ്റ്ലി സോ. നാലാമത്തെയോ? വെരി മച്ച് സോ. വെരി മച്ച് സോ. ഓക്കെ. നോട്ട് അറ്റ് ഓൾ, സംവാട്ട്, മോഡറേറ്റ് സോ ആൻഡ് വെരി മച്ച് സോ. മോഡറേറ്റ്ലി സോ, LY കൂടി ഉണ്ട്. മോഡറേറ്റ്ലി സോ. ക്ലിയർ ആണ്. അപ്പൊ ഇതാണ് 4 റെസ്പോൺസുകൾ അല്ലേ? ഫസ്റ്റ് 20 എണ്ണത്തിന്റെ റെസ്പോൺസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് 20 എണ്ണത്തിന് ഇനി അടുത്ത് പറയാൻ പോവാണ്. ഇനി ട്രൈറ്റ് ആൻസൈറ്റിന്റെ 20 സ്കെയിൽ ഉണ്ടല്ലോ, 21 to 40 അല്ലേ? അതിൽ പറയുന്നത് ആളുകള് ജനറലി എങ്ങനെ ഫീൽ ചെയ്യുന്നത്, ഓലെ സ്റ്റേറ്റ് ഓഫ് കാംനെസ്, കോൺഫിഡൻസ്, സിൻസിയറിറ്റി, ഇതൊക്കെയാണ് അളക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മള് സ്വഭാവം, ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണ്, ജനറലി ആ വ്യക്തി എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ഓരോ സാഹചര്യങ്ങളിലും ജനറലി ആ വ്യക്തി എന്താണ് ഫീൽ ചെയ്യുന്നത്, അയാളെ കാംനെസ്, കോൺഫിഡൻസ് ലെവല്, പിന്നെന്താണ് സിൻസിയറിറ്റി, അതൊക്കെ അതിൽ വരുന്നുണ്ട്. അത് ഇത് കണക്റ്റഡ് വിത്ത് പേഴ്സണാലിറ്റി ആയിരിക്കും അല്ലേ? പേഴ്സണാലിറ്റി represent how people generally feel, state of calmness, confidence, പിന്നെ സിൻസിയറിറ്റി, അതൊക്കെയാണ് അതിൽ വരുന്നത്. ഇനി അതിന് 4 റെസ്പോൺസ് ആണ് ഉള്ളത്. 4 റെസ്പോൺസ് ഉണ്ട്. ഒന്ന് ആൾമോസ്റ്റ് നെവർ, പിന്നെ സംടൈം, ഓൾമോസ്റ്റ് നെവർ, സംടൈം, ഓഫൺ അല്ലേ? ഓഫൺ പലപ്പോഴും എന്റെ ടി സൈലന്റ് ആണ്. ഓഫൺ എന്നാ പറയാ.
നമ്മൾ കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴേ ഓൾമോസ്റ്റ് ഓൾവൈസ് കാണൂല. ക്ലാസ്സിൽ നോട്ടൊക്കെ കൊടുക്കുമ്പോഴേ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ടീ ഉണ്ടാവില്ല അതില്. അപ്പൊ ഓപ്ഷൻ നോളജ് എന്നൊക്കെ പറയടേ കൂടെ. ഇതാണ് 4 റെസ്പോൺസ്. ഇല്ല, നാലാമത്തെ ആൾമോസ്റ്റ് ആൾവേസ്. നാലാമത്തെ കാംനെസ്, സിൻസിയറിറ്റി, ജനറലി, അതായത് ഹൗ പീപ്പിൾ ജനറലി ഫീൽ ആണ് വരുന്നത് അല്ലേ? ജനറൽ ഒന്ന് നമ്മൾ പറഞ്ഞ ആ സിറ്റുവേഷൻ ഫസ്റ്റ് വരുന്നത് സ്റ്റേറ്റ് ആണല്ലോ. ആ സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആ സിറ്റുവേഷനിലുള്ള ആ വ്യക്തിയുടെ ഇമോഷൻസിനെയാണ് സ്റ്റേറ്റിൽ പറയണത്. പക്ഷെ ട്രൈറ്റിൽ പറയണത് ജനറൽ ആണ്, ജനറൽ ഫീലിംഗ് ആണ്. അത് അളക്കാൻ സ്കോറിംഗിലേക്ക് മെല്ലെ പോവാ അല്ലേ? ഇനി അത് സ്കോറിംഗിലേക്ക് പോണതിന് മുമ്പ് കുറച്ചുകൂടെ പറയാനുണ്ട്. ഒന്ന് ഇതെന്താണ്, ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി ആണ്. പിന്നെ അതുപോലെ 9 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സുള്ള ആൾക്കാർക്കാണ്. എത്ര? 9 to 12 അല്ല, 9 അല്ലെങ്കിൽ 12 വയസ്സിന്റെ മുകൾക്ക്. ചില ഏജിലുള്ള ആൾക്കാർക്ക് 9 വയസ്സിന്റെ മുകളിൽ പറ്റും. ചില കുട്ടികൾ 12 വയസ്സായാലേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 9 എന്നും 12 എന്നും പറയണ്ട്. ഈ 12 വയസ്സിന്റെ മുകൾക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ 9 വയസ്സിന്റെ മുകൾക്ക് എന്ന് പറയാം. എത്ര വരെ മരിക്കും വരെ പറ്റും. പിന്നെ അത് 10 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 20 തീർക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ട് സെക്ഷൻ ഉണ്ട്, X1, X2. X1 പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ്, X2 പറഞ്ഞാൽ ട്രൈറ്റ് ആണ്. അതായത് 9 പറയുന്നത് 9 നടക്കൂലെന്നോ, പിന്നെ 12 പറ്റുള്ളൂ? ഏത് മെറ്റീരിയൽ വായിക്കുന്നത്? ഏതാണ് റഫർ കോഡായിരിക്കും. ഗ്രൂപ്പിലുണ്ട്. അതിൽ ഏതാണ്? അതിൽ 2 ഉണ്ട്. പേജ് നമ്പർ, അതായത് അനിസാറേ ഞാന് പറഞ്ഞു, അതായത് രണ്ടാമത്തില്ല, നമ്മളെ പ്രിന്റഡ് ഇല്ല, കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ഇല്ല, കളറിലുള്ള സാധനം. അല്ല, പേജ് നമ്പർ പറഞ്ഞാൽ മതി. ആ PDF പേജ് നമ്പർ, പേജ് നമ്പർ 26. ഓക്കെ, ശരി. 26 അതാണ്, 26 അല്ല, 23 അല്ല 26 ആയിരുന്നു. അല്ല പോലെ എത്ര ഏജ് പറഞ്ഞ 9 12 9 or 12 എന്നാണ് ഇതിൽ കാണിക്കുന്നത്. 9 or 12 അപ്പോ അതായത് ചില കുട്ടികൾ 9 ഉണ്ടാവും, ചില കുട്ടികൾ 12 അങ്ങനെയായിരിക്കും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക. 9 അല്ലെങ്കിൽ 12 നമുക്ക് 9 മുതൽ തന്നെ പറയാം അല്ലെ? നമുക്ക് 9 പറയാം, 9 വയസ്സിന് മുകളിൽ അങ്ങനെ പറയാം. 40 ഐറ്റം ഉണ്ടാവുക, അതിൽ 19 ഐറ്റം 19 നിങ്ങൾക്ക് 19 ഐറ്റം സ്കോറിംഗ് ഓപ്പോസിറ്റ് ആവണം എന്നാ. അല്ല, അത് ഞാൻ പറഞ്ഞു, അവിടേക്ക് എത്തിയിട്ടില്ല. ഇത് ക്ലിയർ അല്ലേ? ഇതുവരെയുള്ള ഓക്കെ അല്ലേ? ഇതുവരെയുള്ള ഒന്ന് മനസ്സിലായത് പറയട്ടാ. പറഞ്ഞോളൂ, എന്നാലേ ഒന്ന് തിരിയും. ഓക്കെ, ഇത് സംഭവം എന്ന് പറഞ്ഞാല് STAI എന്നതിന്റെ പേര്. STAI എന്ന് പറഞ്ഞാല് പിന്നെ സ്റ്റേറ്റ് ട്രൈറ്റ് ആങ്സൈറ്റി ഇൻവെന്ററി. ഓക്കെ, ഇത് ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. എന്താണ് വേറെന്താ വരുന്നത്? മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ പ്രൊഫൈല് വരുന്നുണ്ട്. പിന്നെ മെറ്റീരിയൽ റിക്വയർഡ് വരുന്നുണ്ട്, പ്രൊസീജിയർ വരുന്നുണ്ട്, സ്കോറിംഗ് ഇന്റർപ്രിട്ടേഷൻ വരുന്നുണ്ട്, റിസൾട്ട്, അതൊരു ഡിസ്കഷൻ, കൺക്ലൂഷൻ. അങ്ങനെ 8 സംഭവങ്ങളാണ് വരുന്നത്. 1 2 3 4 5 6 7 8 9 എണ്ണം. ഫസ്റ്റ് നമ്മള് ഇൻട്രൊഡക്ഷൻ എഴുതുന്നത് വാട്ട് ഈസ് ആങ്സൈറ്റി എന്നുള്ളതാണ്. അപ്പൊ ആങ്സൈറ്റിനെ ഷോർട്ട്ലായിട്ട് പറഞ്ഞാൽ ഒരു ഇന്റൻസ് ഫിയർ ആണ്. എന്തെങ്കിലും ഒരു വറീസ് അതിന്റെ പിറകിലുണ്ടാവും. ഇത് അവരുടെ ഡെയിലി ലൈഫിനെ എഫക്ട് ചെയ്യുമ്പോഴാണ് ഇതൊരു ആങ്സൈറ്റി എന്നുള്ള ഡിസോർഡറിലേക്ക് വരിക. മെയിൻ സിംറ്റം പറയുന്നത് പിന്നെ ഹാർട്ട് ബീറ്റ് ആണ്, ഫാസ്റ്റ് ഹാർട്ട് ബീറ്റ്, റാപ്പിഡ് ബ്രീത്തിങ് വരും, ഹെഡ് ഏക്ക് വരും, സ്വെറ്റിംഗ് വരും, ഫീലിംഗ്
ടയേർഡ് വരും, ഫിയർ വരും. ഓക്കെ, പാനിക് ഡിസോർഡർ ആയിട്ട് തോന്നും, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഒക്കെ വരും. ഷോർട്ട് ടൈം മെമ്മറി ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഓക്കെ, ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതിന് കഴിഞ്ഞാൽ ഇനിയുള്ളത് മറ്റേ സ്കോറിംഗ് അല്ലേ പറയുള്ളത്? സ്കോറിംഗ് കഴിഞ്ഞാൽ റിസൾട്ട് അല്ലേ? സ്കോറിംഗിൽ ശ്രദ്ധിക്കാണ്ട് ചില ഐറ്റം റിവേഴ്സ് അല്ലേ? കണ്ടിന്യൂ ചെയ്തോ. ഞാൻ ഇവിടെ ആൾ ടീം ഉണ്ടോ? കണ്ടിന്യൂ ചെയ്തോ. ഞാൻ ഇവിടെ മ്യൂട്ടിലുണ്ടാവും കേട്ടോ. ഓക്കെ, ഇതെന്താ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 40 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതിൽ 2 രീതിയിലാണ് ടെസ്റ്റ് ചെയ്യുക. ഒന്നാമത്തെ, അതായത് 1 മുതൽ 20 വരെയുള്ളത് സ്റ്റേറ്റ് അളക്കാനാണ്. അപ്പോൾ എന്താ ഈ സ്റ്റേറ്റ്? രണ്ടാമത് 21 മുതൽ 40 വരെ ട്രൈറ്റ് അളക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഈ സ്റ്റേറ്റ് ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ, ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ ബേസ്ഡ് ആയിരിക്കും. നിലവിലുള്ള അവസ്ഥയുമായി ബന്ധപ്പെട്ട ടെമ്പററി സിറ്റുവേഷനിൽ വരുന്ന സംഭവമാണ് സ്റ്റേറ്റ് അല്ലേ? ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരിക്കലും അതൊരു സിറ്റുവേഷനായി ബന്ധപ്പെട്ടതല്ല. സ്ഥിരമായി അയാളിലുള്ള ഒരു സ്വഭാവമായിരിക്കും അത്. ഇത് കൊണ്ടുവന്ന ആള് ചാൾസ് സ്പൈൽബർഗർ ആണ്. ഓക്കെ, ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 40 ഐറ്റം ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇറ്റ് ഇവാലുവേറ്റ് പ്രസന്റ് മൂവ്മെന്റ്. ആദ്യത്തെ ഇത് 1 to 12 ഓഫ് ടെൻഷൻ, വറീസ്, ഇതൊക്കെയാണ് അതിൽ ഇവാലുവേറ്റ് ചെയ്യുക. 4 റെസ്പോൺസുകൾ ഉണ്ടാവും. ഒന്നാമത് നോട്ട് അറ്റ് ഓൾ, സംവാട്ട്, മോഡറേറ്റ് സോ ആൻഡ് വെരി മച്ച് സോ. അതാണ് ഫസ്റ്റ് 20 നമ്പറിൽ ഉണ്ടാവുക. സെക്കൻഡ് 21 to 40 ട്രൈറ്റ് ആണ് ഇവാലുവേറ്റ്. ഇത് കാംനെസ്, അതേപോലെ സിൻസിയറി, ജനറലി എന്താണ് ഫീൽ, അതായത് ഹൗ പീപ്പിൾ ജനറലി ഫീൽ, അതാണ് ഇതിൽ വരുന്നത്. 4 റെസ്പോൺസുകൾ ഉണ്ടാവും. അത് ഓൾമോസ്റ്റ്, നെവർ, സംടൈം, ഓഫൺ, ഓൾമോസ്റ്റ്, ഓൾവേസ്. ഇതിൽ സെൽഫ് റിപ്പോർട്ട് തന്നെയാണ്. സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി തന്നെയാണ് ക്ലയന്റ് ചെയ്യേണ്ടത്. 9 വയസ്സ് മുതൽ ഓൾഡ് ഏജ് വരെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ? പിന്നെ 10 മിനിറ്റ് കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ തീർക്കാം. പിന്നെ 2 സെക്ഷൻ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ സെക്ഷൻ X1 എന്നാണ് പറയാ, രണ്ടാമത്തെ X2 എന്നൊക്കെ പറയും. പിന്നെ അത് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പിന്നെ ഇതിൽ വരുന്നത് പാർട്ടിസിപ്പന്റിന്റെ പ്രൊഫൈലും മെറ്റീരിയൽ റിക്വയർഡും ആണ്. അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ആരാണോ നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ആ പേരും വരുന്നതാണ് പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അത് ഈ കാര്യങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ തന്നെ എഴുതിയാൽ മതി. ആളെ പേര് പറയാം. പിന്നെ അത് കഴിഞ്ഞ് സ്കോറിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. കണക്കാക്കാൻ സ്കെയില് ക്ലിയർ ഇല്ലല്ലോ. സ്കോറിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ വരെ കേട്ടു. ഓക്കെ, സ്കോറിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതിന് 3 ലെവൽ ഓഫ് സ്കോറിംഗ് ഉണ്ട്. നിങ്ങൾ ആ ടേബിൾ കണ്ടില്ലേ? 3 ലെവൽ ഓഫ് സ്കോറിംഗ്. 20 മുതൽ 37 വരെയാണെങ്കിൽ നോ ഓർ ലോ ആൻസൈറ്റി. നോ ഓർ ലോ ആൻസൈറ്റി. ഓക്കെ, ഓർ ലോ ആൻസൈറ്റി ആണ് അയാൾ. ഓക്കെ, പിന്നെ 40 മുതൽ 45 വരെ മോഡറേറ്റ് ആൻസൈറ്റി. ഓക്കെ. 45 മുതൽ 80 വരെ ഹൈ ആൻസൈറ്റി. ഓക്കെ, ഇതാണ് അതിന്റെ പിന്നെ സ്കോറിംഗ് ഇന്റർപ്രിട്ടേഷൻ. ഇവിടെ 20ന്റെയും 80ന്റെ ഇടയിലായിരിക്കും വാല്യൂ വരിക. 20ന് താഴെ വരില്ല. കാരണം 20 ക്വസ്റ്റ്യൻ ആണല്ലോ ഉള്ളത്. 20 to 20 ക്വസ്റ്റ്യൻ 40 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കണക്കാക്കണം കേട്ടോ. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. ഒന്ന് സ്റ്റേറ്റും ഒന്ന് ട്രൈറ്റും ഇല്ലേ? സ്റ്റേറ്റ് വേറെയും ട്രൈറ്റ് വേറെ ആയിട്ടാണ് അളക്കുക. അല്ലാതെ ടോട്ടൽ ഇല്ല. സ്റ്റേറ്റ് വേറെയും ട്രൈറ്റ് വേറെയും, 2 കാര്യങ്ങളുണ്ട്.
ഓക്കെ, അപ്പൊ ഇത് കിട്ടിയില്ലേ? 20ന്റെയും 80ന്റെ ഇടയിലാണ്. ഓക്കെ, ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ് ആൻസൈറ്റി അളക്കാനും രണ്ടാമത്തിൽ ട്രേറ്റ് ആൻസൈറ്റി അളക്കാനും അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിലെ ക്വസ്റ്റ്യനില് സ്ട്രേറ്റ് എങ്ങനെ അതിനകത്ത് എ സ്റ്റേറ്റ് എ ട്രേറ്റ് അങ്ങനെ ഉണ്ടോ? എ സ്ട്രേറ്റ് ആൻസൈറ്റി ആണ്. എ എന്ന് പറഞ്ഞ ആൻസൈറ്റി ആണ്. സ്ട്രേറ്റ് ആൻസൈറ്റി X1 X2 X1 X2 എന്ന് പറയാം. സ്റ്റേറ്റ് എ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻസൈറ്റി, ട്രേറ്റ് എ, ട്രേറ്റ് ആൻസൈറ്റി, അങ്ങനെയാണ് വരിക. സ്റ്റേറ്റ് ഇനിയിപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പൊ ഈ ക്വസ്റ്റ്യന് വരുമ്പോ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഹൈ റേറ്റിംഗ്, ഹൈ ആൻസൈറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് വരും. ഹൈ റേറ്റിംഗ് ഉള്ള ഹൈ ആൻസൈറ്റി വരും. അതായത് ഒരു ക്വസ്റ്റ്യൻ എടുക്കും, ഐ ഫീൽ കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഐ ഫീൽ കാം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഞാൻ കാമാണ്, ഭയങ്കര കാം ക്വയറ്റ്. അപ്പൊ അയാള് പിന്നെ ബബിൾ ചെയ്തത് നോട്ട് അറ്റ് ഓൾ, ഒരിക്കലും ഇല്ല. അങ്ങനെ വരുമ്പോ ഓക്കെ, ഇപ്പൊ ഹൈ റേറ്റ്, അതായത് ഇത് ആദ്യം ശ്രദ്ധിക്കും, കൺഫ്യൂഷൻ ഒഴിവാക്കി പറഞ്ഞ ശ്രദ്ധിക്കാം. ഹൈ റേറ്റ്, ഇപ്പൊ ഹൈ ക്ലിയർ ഇല്ല നിങ്ങൾ പറയുന്നത് ക്ലിയർ ആവുന്നില്ല, കട്ടായി പോകുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. റേറ്റിംഗ് ഇവിടെ ഫുൾ റേഞ്ച് ആണ് കാണിക്കുന്നത്. റേറ്റിംഗ് ശ്രദ്ധിക്കാം, റേറ്റിംഗ് ശ്രദ്ധിച്ചില്ലേ? റേറ്റിംഗ് 4 റേറ്റിംഗ് അല്ലേ കൊടുത്തിട്ടുള്ളത്? ഓരോ ക്വസ്റ്റിനും 4 റേറ്റിംഗ് ആണ്. 1, 2, 4. ചില ക്വസ്റ്റ്യൻ വരുമ്പോ ഹൈ റേറ്റിംഗ് ഹൈ ആൻസൈറ്റി കാണിക്കും, ലോ റേറ്റിംഗ് ലോ ആൻസൈറ്റി കാണിക്കും. തിരിച്ചുണ്ടാവും. തിരിച്ചുണ്ടാവും എന്ന് പറഞ്ഞാൽ ഹൈ റേറ്റിംഗ് ലോ ആൻസൈറ്റി കാണിക്കും, ലോ റേറ്റിംഗ് ഹൈ ആൻസൈറ്റി കാണിക്കും. ലോ റേറ്റിംഗ് ഹൈ ആൻസൈറ്റി. ഓക്കെ, അപ്പൊ ഈ ഹൈ റേറ്റിംഗ് ലോ ആൻസൈറ്റി കാണിക്കുന്ന സ്ഥലം, അതുപോലെ അങ്ങനെയുള്ള സാഹചര്യം വരുമല്ലോ. ഹൈ ലോ ആൻസൈറ്റി കാണിക്കുന്ന സ്ഥലം തിരിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളൊരു എക്സാമ്പിൾ പറഞ്ഞാലേ വേഗം മനസ്സിലാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പോ സ്റ്റേറ്റില് 1 എടുക്കാം. ഓക്കെ, 1 എടുക്കുന്ന സമയത്ത് എന്താണ് നമ്മള് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കും. ഐ ഫീൽ കാം. നോട്ട് അറ്റ് ഓൾ. പിന്നെ വരുന്നത് സംവാട്ട്, മോഡറേറ്റ്ലി, വെരി മച്ച്. ഓക്കെ, അപ്പൊ എന്താണ് വരുന്നത്? ഹൈ റേറ്റിംഗ് ഹൈ ആൻസൈറ്റി അല്ലേ വരുന്നത്? നോക്കാം. ഐ ഫീൽ കാം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര കാമായിട്ട് ഫീൽ ചെയ്യുന്നു. അത് നേരെ ഓപ്പോസിറ്റ്, നോട്ട് അറ്റ് ഓൾ, ഒരിക്കലും അല്ല. അതായത് ഹൈ റേറ്റും ലോ ആൻസൈറ്റിയാണ് വരുന്നത്. അതെ അതെ അതെ. ഐ ഫീൽ കാം എന്ന് പറയുമ്പോൾ ഹൈ റേറ്റ്. ഈ ഹൈ റേറ്റ് ഉദ്ദേശിക്കുന്നത് എന്താ? ഹൈ റേറ്റ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറയണത് അല്ല, എന്താന്ന് മനസ്സിലായാൽ മതി. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലായി അല്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പൊ ഈ സ്റ്റേറ്റിലും ട്രൈറ്റിലും ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിന് വാല്യൂ റേറ്റ് നമ്മൾ തിരിച്ചിടണം. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹൈ റേറ്റ് ലോ ആൻസൈറ്റി കാണിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ലോ റേറ്റിംഗ് ഹൈ ആൻസൈറ്റി കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ തിരിച്ചിടുന്നത് എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. വേണ്ടി വരും. വാസിമ, ഇതിനെന്താ വിശദീകരണം? നോക്കട്ടെ. ഒരേ സമയം ക്ലാസ് വെക്കുകയും ഒരേ സമയം ഗസ്റ്റിനെ ഡീൽ ചെയ്യും, ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭയങ്കര ഒരു കഴിവ് തന്നെയാണ്. അപ്പൊ തൽക്കാലം ഇത് നോക്കി, ഇതില് പേജ് നമ്പർ 24 കുറെ എ സ്റ്റേറ്റ് സ്കെയിലും എ ട്രൈറ്റ് സ്കെയിലും കണ്ടില്ലേ? അതില് കുറെ വാല്യൂ കൊടുത്തിട്ടില്ലേ? 1, 2, 5, 8, 10, 11, 15, 16, 19, 20.
ഇതിന്റെ വാല്യൂ ചെയ്തിടണം. അതായത് 4 കൊടുക്കണം, 2 ആണെങ്കിൽ 3 കൊടുക്കണം, 3 ആണെങ്കിൽ 2 കൊടുക്കണം, 4 ആണെങ്കിൽ 1 കൊടുക്കണം. ഓക്കെ, മനസ്സിലായി? ഇല്ല മനസ്സിലായി. ഒന്നാമത് നിങ്ങൾ പറയുന്നത് ക്ലിയർ ആകുന്നില്ല, അതാ പ്രശ്നം. ഇത് കട്ടായി പോകുന്നു. ഓക്കെ, അതാണ് ക്ലിയർ ആവാത്തത്. ഇപ്പൊ എങ്ങനെയാ ഇത് ചെയ്യലെന്ന് ആദ്യം പറഞ്ഞുതരാം. 40 ക്വസ്റ്റ്യൻ ഇല്ലേ, 20 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും 1 മുതൽ 4 വരെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ വാല്യൂ ടോട്ടൽ ആഡ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. ഫോർ എക്സാമ്പിൾ 2 3 4. അപ്പൊ ഇവിടെ വരുന്നത് നിങ്ങളിത് വീണ്ടും കട്ടായിട്ടാ. എന്തോ റേഞ്ചിന്റെ പ്രശ്നമാണോ എന്താണെന്നറിയില്ല. ഒന്ന് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുന്നോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കാം. തീരെ ഇത് ക്ലിയർ ആകുന്നില്ല, കട്ടായി പോകും. കുറച്ച് ക്ലിയർ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ PDF എടുക്കാം. എടുത്തു. PDF എടുക്കുന്ന സമയത്ത് ടേബിൾ, ഒന്നാമത്തെ ടേബിള് ക്വസ്റ്റ്യൻ എടുക്കാം. ഐ ഫീൽ കാം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അപ്പൊ അതിന്റെ പോസിറ്റീവ് പറഞ്ഞ ഐ ഫീൽ കാം പറഞ്ഞാൽ എന്താണ്? ലോ റേറ്റിംഗ്, നല്ല സമാധാനം. ഇതിലെ ഏജ് 9 12 അല്ല കേട്ടോ, 15 above ആണ്. ഇതിലെ ഏജ് 15 above ആണ്. ടെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള ഏജ് 15 above അല്ലേ? കാരണം 9 12 അല്ല. ഓക്കെ, അപ്പൊ അതിൽ തിരുത്തണം. ഇനി ഇതൊന്ന് പറയണേ, ഈ ഹൈ റേറ്റിംഗും ലോ ആൻസൈറ്റി നമ്മൾ തിരിച്ചതല്ലോ എങ്ങനെയാണ്? അതായത് അത് ശരിക്കും സംഭവം എന്താ അറിയോ? ഇങ്ങനെ കണ്ടിട്ടേ ഇതിന്റെ റേഞ്ച് ഒക്കെ കാണാനുള്ള സാധനം ഉണ്ട്. അതായത് സ്കോർ കൺവേർഷൻ ഉണ്ട്. അത് സാറാമ്മ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കൺവേർട്ട് ചെയ്യണ്ട, അത് ഇങ്ങനെ തന്നെ ആക്കിയിട്ട് സ്കോർ ചെയ്തിട്ട് ചെയ്താൽ മതി എന്നാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ പോകണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും മിക്കവാറും കൺവേർഷനൊക്കെ, ആവശ്യം ഉണ്ടാവില്ല. സ്കോർ ടെസ്റ്റിന് വന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ക്ലൈന്റിന് ഇത് ചെയ്യാ? എന്താ പ്രശ്നം? അല്ല, സ്കോറിംഗ് അവിടെ ഉണ്ടല്ലോ. അല്ല, ഈ ഓപ്പോസിറ്റ് എങ്ങനെയാ സ്കോറിംഗ് ചെയ്യാന്ന് മനസ്സിലാവാതെ. ഈ റിവേഴ്സ് സ്കോറിംഗ് 1 2 3 4 5 സ്കോർ ഉണ്ടല്ലോ. 1 2 3 4 ഉണ്ടല്ലോ. ഒന്നിന് 1 മാർക്ക് 2 മാർക്ക് ടോട്ടൽ സമ്മയുണ്ടല്ലോ. എന്താ പ്രശ്നം? അങ്ങനെ കൊടുത്താൽ മതി, അപ്പൊ റിവേഴ്സ് ചെയ്യണ്ട. റിവേഴ്സ് ചെയ്യണം, അപ്പൊ ഒരു സ്കോർ കുറയും. അതായത് റിവേഴ്സ് ഐറ്റംസിന് -1 വരും. അതാ ഇതിലുണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ ബാക്കില്. അതെ, അതന്നെ പറഞ്ഞത്. 1 2 5 8 ഞാൻ പറഞ്ഞില്ലേ. റിവേഴ്സ് ഐറ്റംസിന് -1 ആക്കിയാൽ മതി. ഉള്ളൂ. -1 പറഞ്ഞാല് ഇപ്പൊ 4 ആണെങ്കിൽ ആക്ച്വൽ സ്കോർ 3 ആയിരിക്കും. 2 ആണെങ്കിൽ ആക്ച്വൽ സ്കോർ 1 ആയിരിക്കും. -1 മൈനസ് ചെയ്യാം റിവേഴ്സ് ഐറ്റംസിനൊക്കെ. അതെ, മൈനസ് അങ്ങനെ അങ്ങനെ കണക്ക് കൂട്ടി നമ്മുടെ കാൽക്കുലേഷൻ ഉണ്ടല്ലോ. -4 ഇങ്ങനെ കണക്ക് കൂട്ടുക, അങ്ങനെ മൈനസ് ആക്കി പോവാ. -1 ഇങ്ങനെ പോവാ.
പിന്നെ വസീമെ എനിക്ക് മനസ്സിലായത് ഞാൻ പറയട്ടാ. അതായത് പിന്നെ ഈ റിവേഴ്സ് 1 എന്ന് പറഞ്ഞാല് പിന്നെ ഈ 1, 2, 5, 8, 10, 11, 15, 16, 19, 20 ഈ ചോദ്യങ്ങളെല്ലാം -1 ആയിട്ടാ കൂട്ടേണ്ടത്. അതായത് ഈ സാധനങ്ങൾക്ക് മാത്രമേ റിവേഴ്സ് ആവുള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പറിന്റെ നമ്മൾ 20 വരെയുള്ള ഈ 1, 2, 5, 8 മാത്രം അല്ലെ? 20 വരെ അത് മാത്രം. അതിലിപ്പോ നമ്മള് ആ കുട്ടി ടിക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ടിക്ക് ചെയ്ത് നമ്പർ 4 ഉണ്ടെങ്കിൽ അയാൾക്ക് 4 മാർക്കാണ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. പക്ഷെ നമ്മൾ എടുക്കേണ്ടത് 3 എടുക്കേണ്ടത്. അല്ല അത് 4 അല്ലല്ലോ, 1, 2, 5, 8 അല്ലേ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ അല്ലേ 1, 2, 5, 8. അതിന് 4 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ടിക്ക് ചെയ്ത 1 മാർക്ക്, രണ്ടാമത് 2 മാർക്ക്, മൂന്നാമതിന് 3 മാർക്ക്, നാലാമതിന് 4 മാർക്ക്. അത് നിങ്ങൾക്ക് അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ, അതില്ല മനസ്സിലാവില്ല. ഇതിലിപ്പോ ടൈപ്പ് ചെയ്ത് ഇങ്ങനെയല്ലേ ഐ ഫീൽ കാം എന്നുള്ളതില് ഒന്നാമത്തതാണ് ടിക്ക് നിങ്ങളെ കയ്യില. അതന്നെ ഇപ്പൊ ഇത് കണ്ടോ, ഇപ്പൊ ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ടാവൂലേ ഓരോന്നിനും 1, 2, 3, 4 ഓപ്ഷൻ അല്ല ഉണ്ടാവുക. അപ്പൊ ഈ ഐറ്റംസ് വരികയാണെങ്കിൽ, അതായത് 1, 2, 5, 10, 11, 16, അതായത് 10, 20 ആ ക്വസ്റ്റ്യനിൽ ടിക്ക് ചെയ്തെങ്കിൽ അതിന് മാർക്ക്, 2 എന്നുള്ളത് 2, 3 ടിക്ക് ചെയ്ത് വെച്ചാൽ അതിന് 2 മാർക്ക്, 4 റിവേഴ്സ് ചെയ്ത് 4 1 ആക്കണം. അപ്പം ഈ സ്റ്റേറ്റ് ആൻസൈറ്റി ഉണ്ട്, സ്റ്റേറ്റ് കൊണ്ട് ട്രൈ ചെയ്യും. 19 ഏതാ 20 വരെ ഇതേ നേരെ തിരിച്ചു 1, 2, 4, 2, 1 അതേപോലെ വരുന്നത് 7, 10, 13, 16 ഈ ക്വസ്റ്റ്യനൊക്കെ വാല്യൂ തിരിച്ചിടണം. അതായത് ഉദാഹരണം നിങ്ങൾ തീരെ ക്ലിയർ ആവുന്നില്ല, എന്താ ചെയ്യാം? അതായത് നിങ്ങൾ പറയുന്നത് ഇവിടെ എത്തുന്നില്ല, കട്ടായിട്ട് പോകും. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ആ ക്വസ്റ്റ്യനിലുള്ള നമ്പേഴ്സിൽ റിവേഴ്സ് ഐറ്റംസ് കൊടുത്തിട്ടുള്ള അത് ഏതൊക്കെയാണ്? 1, 2 അത്രയും 6, 8 ആവും. 5, 8, 10, 11, 15, 16, 19, 20. ഈ ക്വസ്റ്റ്യനില് നമ്മള് ഏതാണോ നമ്മൾ മാർക്ക് ചെയ്യുന്നത്, ഒമാഷ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഇപ്പൊ ക്ലിയർ ഉണ്ട്, പറഞ്ഞോ. ഇതില് നമ്മളിപ്പം ഈ ക്വസ്റ്റ്യനിന്റെ താഴെ 4 ഓപ്ഷൻ ഉണ്ടാവും. 1, 2, 3, 4. അത് 1 ടിക്ക് ചെയ്തെങ്കിൽ 1 മാർക്കാണ്, 2 ടിക്ക് ചെയ്യണമെങ്കിൽ 2 മാർക്കാണ്, 3 ടിക്ക് ചെയ്യണമെങ്കിൽ 3 മാർക്ക്, 4 ടിക്ക് ചെയ്യുന്ന 4 മാർക്ക്. പക്ഷെ ഈ റിവേഴ്സ് ഐറ്റംസ് ആകുന്ന ക്വസ്റ്റ്യന്റെ മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണോ നമ്മൾ ടിക്ക് ചെയ്യുന്നത് അതിന്റെ തൊട്ട് പിറകിലുള്ള സ്കോർ നമ്മൾ എടുക്കേണ്ടി. അപ്പൊ ഈ ഐ ഫീൽ കാം എന്നുള്ളത് ഒന്നാമത്തെ ആവുമ്പം നേരെ ബാക്കോട്ട് അടിക്കും, റിവേഴ്സ് അടിക്കുക, 4ലേക്ക് പോകും. ബാക്കോട്ട് അങ്ങോട്ട് റിവേഴ്സ് അടിക്കും, 4ലേക്ക് പോകും. അത് 4 ടിക്ക് രണ്ടാമത്തെ ഐ ഫീൽ അല്ല 2 വരുന്നില്ല, ഉണ്ട് 2 വരുന്നുണ്ട്. 2 വരുമ്പോ പിന്നെ അതില് 2 ആണെങ്കിൽ 1 നോക്കിയാൽ മതി അല്ലേ? 1 നോക്കിയാൽ മതി. അങ്ങനെയാണ്, അതാണ് റിവേഴ്സ് ഐറ്റംസ്. ഐ ആം ടെൻസ് എന്നുള്ളത് 3 വരുന്നില്ല, 3 പോസിറ്റീവ് തന്നെയാണല്ലേ? 3 പോസിറ്റീവ് ആണ്. പോസിറ്റീവ് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂ ആണ് 3, റിവേഴ്സ് ആവില്ല. ആക്ച്വൽ വാല്യൂ മനസ്സിലായി. അപ്പൊ ഈ സംഭവം നോക്കണ്ടോ? ഏത് ഈ 1 പിന്നെ 1, 2 പോയി അത് ഇതിലും ഉണ്ടാവും, മറ്റേലും ഉണ്ടാവും, രണ്ടിലും ഉണ്ടാവും. ഏലും ഉണ്ടാവും, സ്റ്റേറ്റിലും ഉണ്ടാവും.
ഒന്നാണെങ്കിൽ 4 ആയിരിക്കും അല്ലെ, രണ്ടാണെങ്കിൽ 1 അല്ലെ, അതെ, 3 ആണെങ്കിൽ 2, 4 ആണെങ്കിൽ 3 അല്ലെ. അതെ അതെ, സംഭവം മൈനസ്. ഇപ്പൊ ക്ലിയർ ആയി. പക്ഷെ ഈ റിവേഴ്സ് ഐറ്റംസ് ഒന്ന് പഠിച്ചു നോക്കാം. 1, 2, 5, 8 അത് മിക്കവാറും ഇതിലുണ്ടാവും നമുക്ക്. ഈ അതിപ്പം അത് ഓർമ്മിച്ചാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനല്ലേ വരാ, ഇതേപോലെ ഇങ്ങനല്ലേ വരാ തിരിച്ചിടാണെങ്കിൽ. എങ്ങനെ ഈ വീഡിയോയില് നോക്കി അല്ല അങ്ങനല്ലേ വരിക. അങ്ങനെയല്ല. അതായത് 1 നമ്മൾ ടിക്ക് ചെയ്യുന്നെങ്കിൽ അത് റിവേഴ്സ് ആണെങ്കിൽ അത് നേരെ 4ലേക്കാ പോവാ. അതന്നെ 2 3 3 2 അങ്ങനെ 1 4ലേക്ക് പോവും, 2 3ലേക്ക് പോവും, 3 2ലേക്ക് പോവും, 4 1ലേക്ക് പോവും. അവസാനത്തെ 4 1ലേക്കല്ല പോവാ, 4 3ലേക്കാ പോവാ. മനസ്സിലായി. ഇപ്പൊ ക്ലിയർ ആയി. അല്ല, ഫുവാദിന്റെ സാധനം പറയണത്. ഫുവാദിന്റെ ഇതില്ലേ 1 2 3 4 ഇല്ലേ, അവസാനത്തെ 4 ഇല്ലേ, അത് 1 അല്ല, അത് 3 ആവാ. 4ന്റെ ബാക്കിലല്ലേ വരിക. 4ന്റെ ബാക്കിൽ റിവേഴ്സ് ആകുമ്പോ 3ക്കല്ല പോവാ. 3 റിവേഴ്സ് 2, 4 റിവേഴ്സ് 3, 3 റിവേഴ്സ് 2, 2 റിവേഴ്സ് 1. മനസ്സിലായല്ലോ. ഞാൻ പറയാം സിമ്പിള്. അതായത് 1 2 3 4 എന്ന് പറയുമ്പോഴേ 1ന്റെ റിവേഴ്സ് 1 ബാക്കോട്ട് ഇങ്ങനെ കറങ്ങി വരും, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് 4ലേക്ക് പോകും. ആന്റി ക്ലോക്ക് വൈസ് 4ലേക്ക് പോയി. 2 ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ 1ലേക്കാ പോവാ. 3 എവിടെയൊക്കെ 2ലേക്കാ പോവാ. അപ്പൊ 4ലേക്ക് പോവാ, 3ലേക്കാ പോവാ. 3ലേക്ക് പോകും. അടിയിൽ പോവാതെ 4 1 ആയിരിക്കും. അടിയിൽ നോക്ക്, 4ന്റെ അടിയിലേക്ക് 1 ഇല്ല, 3 വരും അവിടെ. ക്ലിയർ ആയിനാ. അതായത് -1 തന്നെ, പക്ഷെ 4 മാത്രം നമുക്ക് 1 മാത്രം കൺഫ്യൂഷൻ ഉണ്ടാവും. 1 ഉണ്ടാവുമ്പോ വെച്ചാൽ 1 പിന്നെ 1ന് 0 അല്ല വരിക, അത് വീണ്ടും ആന്റി ക്ലോക്ക് ആയിട്ട് 4ലേക്ക് തന്നെ പോവാ. ഇതേപോലെ പിന്നെ ട്രേറ്റിലുണ്ടാവും അല്ലെ, മറ്റേലുണ്ടാവും, സ്റ്റേറ്റിലുണ്ടാവും, ട്രേറ്റിലുണ്ടാവും. അങ്ങനെയാണ് സ്കോറിംഗ് കൂട്ടാന്ന് പറയുന്നത് അല്ലേ. അങ്ങനല്ലേ പിന്നെ വസീമേ? അങ്ങനെ തന്നെ. ഓക്കെ, അത് മാത്രം ഒന്ന് 2-3 ഒന്ന് എക്സാമ്പിൾ നോക്കാൻ പറ്റുമോ? പിന്നെന്താ, വെറുതെ പറഞ്ഞോളി. ക്വസ്റ്റ്യൻ വായിക്കി. അങ്ങനെയുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ തിരിഞ്ഞത്, അതായത് ഐ ഫീൽ പ്ലസന്റ് എന്നുള്ളത് പിന്നെ 21 ആണ്. 21 ഓപ്പോസിറ്റ് ആണോ? അല്ല, റിവേഴ്സ് അല്ല അല്ലെ. ആക്ച്വൽ സ്കോർ തന്നെ വരിക 3 ആണ്. 3 ടിക്ക് 3 മാർക്ക് വരും. സെക്കൻഡ് സ്റ്റേജിൽ 1 6 7 10 അല്ല വരുന്നത്. ഒന്നാമത്തെ വരുന്നുണ്ട് റൈറ്റില്. രണ്ടാമത്തെ ഇതില് പിന്നെ 21 അല്ലേ പിന്നെ ഒന്നാമത്തെ വരുന്നത് അല്ലേ. അപ്പൊ അത് 2 ആണ്. അപ്പൊ 1 കൂട്ടിയാ മതി. നിലവില് ബബിൾസ് ചെയ്തത് പിന്നെ എന്താണ് 21 റിവേഴ്സ് ആണോ? നോക്കിയില്ല കേട്ടോ, ഞാൻ നോക്കിയില്ല. 21 റിവേഴ്സ് ആണോ? 21 അല്ല ഇത് ഉണ്ടാവുക. ട്രേറ്റില് 1 റിവേഴ്സ് ആണോ? ട്രേറ്റില് 1 ആണ്. ട്രേറ്റില് 1 ആകെ റിവേഴ്സ് ആകൂട്ടാ. അപ്പൊ അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ് സംഭവം. എന്നിട്ട് അത് ടോട്ടൽ ചെയ്തിട്ട് ആ വാല്യൂവില് നിങ്ങൾ പറഞ്ഞ പോലെ പിന്നെ 20 to 37 ആണെങ്കിൽ ലോ ആങ്സൈറ്റിയും, 38 to 45 ആണെങ്കിൽ മോഡറേറ്റും, 45 to 80 ആണെങ്കിൽ ഹൈയും അല്ലേ. അതെ. എന്നിട്ട് നമ്മള് പിന്നെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതുവരെയാണ് എന്ത് സ്കോറിങ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ വരുന്നത്. പിന്നെ റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് വരുന്നത്. പ്രത്യേക റിസൾട്ട് കൊടുക്കും. സ്റ്റാൻഡേർഡ് സ്കോർ ഉണ്ട്. ഇതാണ് ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചത്. സ്റ്റാൻഡേർഡ് സ്കോർ എങ്ങനെ കിട്ടിയത്? സ്റ്റാൻഡേർഡ് വേണ്ട, സ്റ്റാൻഡേർഡ് ഇല്ല. ആ കോളംസ് ആ ടേബിൾ ഇല്ല, നമുക്ക് വേണ്ട, ആവശ്യമില്ല. അപ്പൊ റോ സ്കോർ ഇതിന്റെ സ്കോർ മാത്രം, ടോട്ടൽ സ്കോർ മാത്രം മതി. അതുവരെ ഉള്ളൂ. മറ്റേത് അതേ ഉള്ളൂ. അത് മറ്റേ കോപ്പി അടിച്ചതാ ആള്. അത് ഈ സാറാ ചിലപ്പോ ആരെങ്കിലും ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. 1 6 7 10 13 16 19 ഒക്കെ റിവേഴ്സിലാ കൂടുണ്ട് ഏത് ട്രൈറ്റില്. അപ്പൊ 1 എന്ന് പറയുന്നത് 21, 6 എന്ന് പറയുന്നത്
22, 23, 24, 25, 26, 27 അല്ലേ? -1 ആക്കണം എന്നുള്ളത് ആ ഡീറ്റെയിൽ അതിലുണ്ടല്ലേ, ആ ക്വസ്റ്റിനെയറിലുണ്ടല്ലേ? അതിലുണ്ടല്ലോ, അതിലുണ്ട്. അത് റിവേഴ്സ് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ബാക്കിലുണ്ടല്ലോ. ഫോട്ടോ എടുത്ത് അയച്ചു. കാരണം അത് 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 ഞാൻ നോക്കി തരാം. അത് തപ്പിട്ടേ അത് റിവേഴ്സ് ഐറ്റംസ് അതിലുണ്ട്. അതിലുണ്ട്, ബാക്കിലുണ്ട്. ഇതിന്റെ നമ്പർ തരാന്നുള്ളത്. ഏതായാലും ആദ്യം ആരൊക്കെ കിട്ടണമെന്ന് ആക്കി. ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയായിരുന്നു. റിവേഴ്സ് ഐറ്റംസിന്റെ ക്വസ്റ്റൻ ഏതാന്നുള്ള ബാക്കിൽ ഇതിലുണ്ടാവല്ലോ. അത് ഇന്നുണ്ടല്ലോ. കൺഫ്യൂഷൻ വരും കേട്ടോ. അതല്ല, ആ സാധനേ അത് ഏതാന്നുള്ളത് ഇല്ലാവുന്നുണ്ട്. നമ്പറാ പറയുന്നത്. ആ ക്വസ്റ്റ്യൻ എല്ലാം ആ പേജ് കൊടുത്തിട്ട്, ആ പേജ് കൊടുത്തതേ. ഞാൻ ആ നമ്പർ മാത്രം അയച്ചത്. ഞാൻ ആ പേജ് വെക്കാം. അത് ഞാൻ വാട്സപ്പിൽ ഇട്ടല്ല പറഞ്ഞത്. നമുക്ക് അവിടെ പൈസ കൊടുത്ത സാധനല്ലേ പേപ്പർ. കാര്യങ്ങൾ പറഞ്ഞത്. ഒരു മിനിറ്റ്. ആ 30 അല്ലേ? ഒരു മിനിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഡ്രോയ പേഴ്സൺ അറിയില്ല. സെൽഫ് ഇവാലുവേഷൻ, ഐ ഫീൽ കാം. ഈ ഐ ഫീൽ കാമില് സ്റ്റേറ്റ് ആങ്സൈറ്റി ഇൻവെന്ററി, സ്കോറിങ്. ഇതുണ്ടല്ലോ, റിവേഴ്സ് ഐറ്റം 1, 2, 5, 8 അതിനല്ലേ? അതെ 1, 2, 5, 8. എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യേണ്ടതെന്നുള്ളത് അതിലില്ലേ? ഞാൻ വീഡിയോ അയച്ചു. എങ്ങനെയാ ചെയ്യുന്നത് അതിൽ തോന്നുന്നില്ല. ആ നമ്പർ മാത്രമേ ഉള്ളൂ. അതുണ്ടെങ്കിൽ അത് വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. നമ്മൾ പറഞ്ഞ മാതിരി മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും സിമ്പിൾ. ഒരു മിനിറ്റ് വായിച്ചപ്പോ തിരിയില്ലേ? സ്ക്രീൻ ഓപ്പോസിറ്റ് ആവുന്നില്ല അവനെ. ഞാൻ ഫോട്ടോ അല്ല, ഞാൻ വീഡിയോ. ഓക്കെ, ഫോട്ടോ ഇതിലിപ്പോ റിവേഴ്സ് ഐറ്റംസ് ഉണ്ട് ബസീമേ. അതുണ്ട്. അത് 1, 2, 3 നമ്മൾ ഇതേപോലെ തന്നെയുള്ളത്. 1, 6, 7, 10 എങ്ങനെയാണെന്ന് പറയുന്നില്ല അല്ലെ? അതിന് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പാരഗ്രാഫ് ആയിട്ട് ബാക്കിൽ 2 പേജിൽ കൊടുത്തിരുന്നു. അതങ്ങനെ സ്കോറിങ്, potential influence sequence that stays safe. ഏകദേശം മനസ്സിലായി അല്ലേ? ഓക്കെ, അപ്പൊ ഏകദേശം സംഗതി മനസ്സിലായല്ലോ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് ഈ ഒരു ലെവല് മനസ്സിലാക്കണം. അതായത് 21 എന്നുള്ളത് 1 ആണ്. അതിലൊക്കെ മൈനസ്, അതായത് -1ലേക്ക് അത് വരുക. പിന്നെ കൺഫ്യൂഷൻ വരുന്ന വെച്ചാൽ ഈ 4 സ്കോർ വരുമ്പോ അത് വീണ്ടും 1ലേക്ക് തന്നെ വരിക. അതെ അത് മനസ്സിലാക്കിയ ക്ലിയർ ആയി. ഇത് ഈ നമ്പർ നമ്മള് കാണാതെ പഠിച്ചു പോകേണ്ടി വരും. ഈ റിവേഴ്സ് ആക്കണ്ട. അതെ, വസീം എഴുതി കൊണ്ടുപോക്ക് നടക്കൂലേ? എന്താ അത് നിങ്ങളെ എഴുതിക്കൂടെ? നിങ്ങളെ ഡയറിയിൽ വലിയ ഡയറി കിതാബില്ലേ? എന്താ വേണ്ട കുഞ്ഞുമോനെ കറക്റ്റ് ആയിട്ട് എഴുതി കൊണ്ടു പോവാ. പോകുന്ന ചെക്കൻ്റെ കയ്യില് ഒരു ചായയും ഒരു പൊറോട്ടയും ബീഫെല്ലാം വാങ്ങിച്ചു കൊടുക്കുക. കൃത്യമായിട്ട് സമയത്ത് തരാൻ പറയാം. ആ സമയത്ത് 2-3 ആൾക്കാർ ഏർപ്പാടാക്കുക. വസീമേ, എന്നെ പോലത്തെ കുറച്ച് ഉടായ്പ വളർത്തിയ സാറന്മാർ ഭയങ്കര ചോദ്യം ചോദിക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര, അവർക്ക് കൺഫ്യൂഷൻ ആവുമ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ഏതാണ്ട് പേപ്പർ വേണ്ട എഴുതുക, അതൊക്കെ വെച്ച് ചാപിക്കും. കൊറേ നടക്കൂല. സൈക്കോളജിസ്റ്റ് ആണ്. ഇതെല്ലാം നമുക്കൊരു കണ്ടന്റ് മനസ്സിലാവാന്നല്ലാണ്ട് ഇത് ഫുള്ള് പഠിച്ചിട്ട് ആർക്ക് പോവാ കഴിയുമ്പോ? അതെ പക്ഷെ ഇത് എക്സാമിന് 30 കാര്യമില്ല. ഇതെന്താ തോക്കുവോ?
തോൽപ്പിക്കലൊന്നുമില്ല. ഇനിയിപ്പ ആകെ ഇതും കൂടെ കിട്ടാനുള്ളല്ലോ. മറ്റൊക്കെ വന്നു ഫുള്ള് പാസ്സായി. 46 മറ്റേ പോസിറ്റീവ് സൈക്കോളജി അതിന്റെ റിസൾട്ട് വരെ 14 എന്താ 14 അതും കൂടെ അതിന്റെ റിസൾട്ടും കൂടെ ഇനി വരാണ്ടാവുള്ളൂ. ഇതും അതെല്ലാം കഴിഞ്ഞു. ഇത് 14 അല്ലേ? 14 ആയിരിക്കും. 14 15 അല്ലേ പ്രാക്ടിക്കല്. സ്കോറിംഗ് ആക്കിയിട്ട് പിന്നെ ആ ലെവലിൽ പോണോ അല്ലേ? അതെ. പിന്നെ വരുന്നത് റിസൾട്ട്, ഡിസ്കഷൻ, പിന്നെ ഡിസ്കഷൻ, കൺക്ലൂഷൻ. പിന്നെ അടുത്ത പ്രാക്ടിക്കൽ എക്സാം എന്നാ ഉണ്ടാവുക? അതിനെ കുറിച്ച് വല്ലതും പറയണോ വസീമെ? ഉണ്ടല്ലോ, ഒന്നുണ്ടല്ലോ 27. 27 ഏപ്രിൽ 27. ഏപ്രിൽ 27 ഒരു വ്യാഴാഴ്ച തന്നെയാണത്. 27 വ്യാഴാഴ്ച. ഒരു മിനിറ്റ്, ഇപ്പൊ പറഞ്ഞത് മിനിറ്റ്. പൊന്നുമോനെ അടുക്ക്. ഏപ്രിൽ 27 ആര് പറഞ്ഞു വ്യാഴാഴ്ചയാണ് അല്ലേ? ഏപ്രിൽ 27 എന്റെ പൊന്നുമോനെ സൺഡേ അല്ലേ വരുന്നത്? സൺഡേ ആണോ? സൺഡേ ആയിരിക്കും. എല്ലാം നേരത്തെ ഇട്ടുണ്ട്. ഏത് ഗ്രൂപ്പാ? മറ്റേ പ്രാക്ടിക്കൽ ഗ്രൂപ്പില്ലേ, സെക്കൻഡ് ഇയർ SY എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പില്ലേ? ഒരു മിനിറ്റ്, ഇപ്പൊ പറഞ്ഞേ. പ്രാക്ടിക്കൽ 27-ാം തീയതി. ഞായറാഴ്ച ആകുമ്പോ പ്രശ്നമല്ല. ഇല്ല, നിങ്ങളിപ്പോ എത്ര നോക്കി? ഫുള്ള് നോക്കി കഴിഞ്ഞോ? 2 വിശദീകരിക്കാനാണോ? അല്ല, ഏതൊക്കെ നോക്കിയത്? സ്ട്രൈറ്റും പിന്നെ ബെക്കുല്ലേ? ഇനി എത്ര ബാക്കിയുണ്ട്? ഇനി 3 ഉണ്ട്. പക്ഷെ 3 എഴുതാൻ 2 ഉണ്ടാവുള്ളൂ. മറ്റൊന്ന് കേസല്ലേ. കേസ് നമുക്ക് ഉണ്ടായിണ്ടാവില്ല. 4 ഉണ്ടാവുള്ളൂ മൊത്തത്തില്. 4 ഏതെങ്കിലും ഒന്ന്. കേസ് ഉണ്ടാവില്ല. കേസ് നമുക്ക് എഴുതാണ്ടായിണ്ടാവില്ല. വൈവൊക്കെ 30 ചോദിക്കാൻ പറ്റുമോ? പക്ഷെ കേസ് നമുക്ക് എടുക്കാൻ ഇതില്ലല്ലോ. നമുക്ക് നമ്മളെ മുന്നിൽ വരുന്ന ക്ലയന്റ് നമുക്ക് അത്ര പെട്ടെന്ന് അറിയാൻ പറ്റുക. MSc എടുത്ത് കഴിയുക. ഞാൻ ഒരു സിസ്റ്റമാറ്റിക് സ്ട്രക്ചറിലാണ് എഴുതിയത്. അങ്ങനെ ഒന്നും എഴുതേണ്ട. ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് പാരഗ്രാഫ് ആയിട്ട് എഴുതിയാന്ന്. ഞാൻ ഒരു ഓഫീസ് വെച്ചാണ് എഴുതിയത്. അപ്പൊ ഞാൻ 4-5 പേജ് അതിനായിട്ട് എഴുതിയിരുന്നു. മറ്റേ അതിന്ന് കോപ്പിച്ചാണ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വോയിസ് ബ്രേക്ക് ആണല്ലോ അല്ലാതെ. റേഞ്ചിന്റെ പ്രശ്നം. റേഞ്ചാണോ ഇയർഫോൺ ആണോ? റെഡിയാണോ? ഇപ്പൊ ക്ലിയർ. ഇപ്പൊ ഏപ്രിൽ 27 ആണോ സെക്കൻഡ് ബാച്ച്? ആണ്. അതിലുള്ള SY എന്നുള്ള ഗ്രൂപ്പിലൊന്ന് കയറിയോ? കയ്യിലുണ്ട്, ഡേറ്റ് ഇട്ടുണ്ട്. ഞാൻ ആണെങ്കിലും കൊണ്ട് തട്ട ഗ്രൂപ്പിലേക്ക്. ഇപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ഉണ്ടെന്നാ തോന്നുന്നു. മിനിറ്റ്, ഇപ്പൊ കട്ട് ചെയ്യല. പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഇട്ടരാറ്. നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടരാ ഡേറ്റ്. SY അല്ലേ? SY പ്രാക്ടിക്കൽ. SY പ്രാക്ടിക്കൽ. ഇതേപോലെ പ്രാക്ടിക്കൽ അസംബ്ലി ക്ലിനിക്കൽ ഏപ്രിൽ 17, മെയ് 1 കൗൺസിലിംഗ്. മെയ് 1 അതെന്ത്? മെയ് 1 കൗൺസിലിംഗ്, മെയ് 4, മെയ് 10. മെയ് 1 ആയിരിക്കും. മെയ് 1 ആണോ? എല്ലാം മൊത്തം മാറി. എന്ത് മാറി? ക്ലിനിക്കൽ മെയ് 1 നമ്മള് ക്ലിനിക്കൽ അല്ലേ? ക്ലിനിക്കൽ ഏപ്രിൽ 17 കഴിഞ്ഞാൽ അടുത്ത മെയ് 1. സെക്കൻഡ് ബാച്ച് മെയ് 1. മെയ് 1 എന്ന് പറഞ്ഞാല് അതാണ് ഫോദേ പറഞ്ഞത്. മെയ് 1 വ്യാഴാഴ്ച ആയിരിക്കും. അതാണ് വ്യാഴം. എന്താ
മെയ് 4 മെയ് 10 വ്യാഴം ആണ് നമ്മള് പൊന്നെ അന്ന് എന്റെ വീട്ടില് കല്യാണം. വരുന്നോ? ഫസ്റ്റ് ബാച്ചിലേക്ക് വരുന്നോ? കല്യാണം കല്യാണം എന്ന് പറഞ്ഞാല് തലേന്നെല്ലാം കല്യാണം ഉണ്ട്. എന്റെ വീട്ടിലല്ല, എന്റെ വൈഫിന്റെ തറവാട്ടിലാണ്. വരുന്നോ? നമ്മളിലേക്ക് വരുന്നോ? ഇത് അരക്കന്റെ വരാൻ പറ്റിയത് പോവാൻ പറ്റിയത് അറിയില്ല. നിങ്ങളെ കൊണ്ടുപോക്ക് അങ്ങനെയല്ല പറയണേ, നമ്മളെ ഫസ്റ്റ് ബാച്ചിലേക്ക് വരുന്നോ? 17 വരുന്നത്. ഇല്ല മോനെ, അയ്യോ പരിപാടി ഇല്ല. കല്യാണം കൂടിയില്ലേ വേണ്ടില്ല അതിലെ. അയ്യോ നമുക്കിത് എങ്ങനെ കഴിച്ചിലാകണം മോനെ. എല്ലാ മുളകന്മാരാ ഗ്രൂപ്പില് മറ്റേ വന്നപ്പോത്തിന് റഫറക്കൂട് സാറാണ് സൈൻ ചെയ്തിട്ടില്ല, നോക്കിയില്ല, കിട്ടിയില്ല, ബഹളേനി. ഇപ്പൊ ഫസ്റ്റ് ബാച്ചിലേക്ക് ആരും വരുന്നുണ്ട് ചോദിച്ചപ്പോ ആർക്കും റെക്കോർഡ് സൈൻ ചെയ്തിട്ടില്ല, ആർക്കും വേണ്ടാനും ഒക്കെ സൈഡായി മിണ്ടാതെ. അനിസാറ് ടിക്കറ്റ് എടുത്ത? അനിസാറെ ടിക്കറ്റ് നോക്കിയാ? റേറ്റ് നോക്കിയാ? അപ്പൊ നോക്കുന്നില്ല, ഞാൻ തൊണ്ടവേദനയായിട്ട് കിടക്കാണ്. തൊണ്ടവേദനയായിട്ട് സംസാരിക്കുന്നില്ല. ഇപ്പൊ ഗ്രൂപ്പില് ആർക്കും സാറായ്മ റെക്കോർഡ് നോക്കി കൊടുത്തിട്ടില്ല, അപ്പൊ ആർക്കും മിണ്ടാനില്ല. എല്ലാം അത് പറയാൻ പറ്റൂല. ഏത് ഈ സംഭവം ഇത് കൂടെ കഴിഞ്ഞ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞോ? പറയാൻ പറ്റില്ല. ഏത് കഴിഞ്ഞാല് ഇത് കഴിഞ്ഞ നിർബന്ധമായി ചെയ്യേണ്ട. നമ്മൾ ഫസ്റ്റ് ഇയറിൽ 6 പേപ്പർ പരീക്ഷ എഴുതി, സെക്കൻഡ് ഇയറിൽ 4 പേപ്പർ പരീക്ഷ എഴുതി, പിന്നെ ഈ 2 സാധനം 15 ഇന്റേൺഷിപ്പും ഈ രണ്ട് റാട്ടിയും കഴിഞ്ഞാൽ ഫുള്ള് കഴിഞ്ഞു. ഇതും കൂടി കഴിഞ്ഞ ഫുൾ കഴിച്ചില്ലേ? എന്നിട്ട് വേണം പണിയെടുക്കാൻ. നിങ്ങളൊക്കെ എല്ലാ പേപ്പർ എഴുതി കഴിഞ്ഞോ? അതും വസീമൊക്കെ എന്റെ പേപ്പറിലും പിന്നെ വസീമും എഴുതുന്നുണ്ട് കംപ്ലീറ്റ്. കഥയാണ് മാഷേ, എന്നെ അവസാനം രക്ഷപ്പെടുത്തി. എല്ലാം അവസാനം തോപ്പിച്ചു. വസീമ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു കേസ്. എന്നിട്ട് വിധി വന്നു, തലേന്ന് രാത്രി വിധി വന്നു. 27 മാർക്ക് അല്ലേ വസീം? ഓർമ്മയുണ്ടാ? അതെ, അല്ല സെക്കൻഡില്. ഞാൻ ഇതുവരെ ഫെയിൽ ആയിട്ടില്ല. എന്നെ ഇവര് പോയിട്ട് 6 മാർക്ക്. എന്റെ പൊന്നെ, 6 മാർക്ക്. അവസാനം വസീം പറഞ്ഞ സുപ്രീം കോടതി കേസ് കൊടുക്കുക. അങ്ങനെ സുപ്രീം കോടതി കേസ് കൊടുത്ത് അവസാനം ഞാൻ പരീക്ഷ എഴുതാൻ എല്ലാം പ്രിപ്പയർഡായി. തലേന്നിട്ട് റിസൾട്ട് വരുന്ന പരീക്ഷ എഴുതാൻ പോകണ്ട, 27 മാർക്ക് തരാം. അങ്ങനെ 27 മാർക്ക്. കപിൽ സിബൽ വസീമിന്റെ ചങ്ങായാണ്. 750 ഉറുപ്പിക പോയി. അത് സാരല്ല, 775 കൊടുത്താലും ശരി. നമ്മളൊക്കെ രണ്ടാമത് എഴുതാൻ ചിന്തിക്കാൻ പോലും കഴിയില്ല. അത് വേറെ കഥ അറിയില്ലേ? ഒരു ഷൈജാനന്ദ് എന്നൊരു ടീച്ചർ ഉണ്ട്. ജന്മത്തിൽ ഇതുവരെ ഒരു മനുഷ്യനും കിട്ടാത്ത ഹൈ സ്കോറാണ്, 0. ആ ടീച്ചർ കൊടുത്തു. അതാ പറയുന്നത്, ആ ടീച്ചർ കൊടുത്തു. റിവാലുവേഷന് കൊടുത്തിട്ട് ടീച്ചർക്ക് 29 മാർക്ക് രണ്ടാമത്തെ. അല്ല, ഈ 0 എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കണേ? അതാണ് പറഞ്ഞത്, 0 എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയും ഒരു മനുഷ്യന്. എനിക്ക് പറയാൻ ഉറപ്പെന്ന് അറിയാം, ഞാൻ ഇരിക്കുന്നതിന് തൊട്ടപ്പുറത്തെ ബെഞ്ചിലെ ടീച്ചർ 21 പേജ് എഴുതിനാ ടീച്ചർ. 21 പേജ്. എന്നാ വെറുതെ 21 പേജ് ജസ്റ്റ് ഇങ്ങനെ മറച്ചു നോക്കിയാൽ 1 മാർക്ക് കൊടുത്തൂലേ? എന്നിട്ടാണ് 0 മാർക്ക്. അപ്പൊ അത് അറ്റൻഡ് ചെയ്തില്ലേ? എത്ര ഗുരുതരമായ തെറ്റാണ്. ഈ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് യൂണിവേഴ്സിറ്റി ഇപ്പൊ പേപ്പർ നോക്കുന്ന സമയത്ത് 30% കൂടുതൽ മാർക്ക് റീവാലുവേഷനിൽ വന്നാല് ഫൈൻ വരും. ഇവര് നല്ല ഉഡായിപ്പാണ്. അതായത് ഈ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവര് പറയും, അതായത് ഈ എക്സാമിനറെ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല, എവിടെ ഇവാലുവേഷൻ നടത്താൻ പറയാൻ പറ്റില്ല, അന്നും പറഞ്ഞാൽ അവർക്ക് പറ്റില്ല, അന്നൊരു പറഞ്ഞു തരില്ല, എവിടെ നടത്താൻ. ഫുൾ ഉഡായിപ്പാണ്. നമ്മള് റിവാലുവേഷൻ കൊടുക്കുമ്പോ അതിന്റെ കോപ്പിയും കൂടി ആക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തൂടെ? കേസ് കൊടുക്കുമ്പോ കിട്ടും. എനിക്ക് കോപ്പി കിട്ടി. മാത്രമല്ല ആരാ നോക്കിയെന്ന് പോലും അതിനുണ്ടാവില്ല. അത് അവര് ഹൈഡ് മറിച്ചിടാ തരാ.
ഭയങ്കര ഇതിന്റെ പിറകെ നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ ഓരൊക്കെ കൂടി ഒന്നോ ഒരു കോക്കസ് ആണത്. അത് ഒന്നായിട്ട് പറയും, പുറത്തു പറയാൻ പറ്റില്ല, കളിപ്പിക്കും അതന്നെ. പിന്നെ വേറൊരു സാധനം, നമ്മളെ ഹാൾ ടിക്കറ്റ് റെഡി ആയിക്കേ. ആ കഥ ഞാനിപ്പോ നോക്കുമ്പോ കീറിച്ചാടാൻ പോയി, നോക്കുമ്പോഴെ സാധനം പടച്ചവരെ കീറിച്ചാടിയ പണിയാവും. 14-15 അല്ലേ വസീമേ? അതില് മാത്രം ഒപ്പിട്ടില്ല. 15 ഒപ്പിടാൻ ഓർമ്മയില്ലേ? അത് ഏത് വർഷത്തെ ആൾ ടിക്കറ്റിലെ വരും? ഒന്നാമത്തിലോ രണ്ടാമത്തിലോ? രണ്ടാമത്തില് ജൂൺ 24. 15 അതല്ലേ ഇന്റേൺഷിപ്പ് അല്ലേ? 15 ഇന്റേൺഷിപ്പാണ് അത്. ഞാൻ പറയട്ടെ, ഇതൊക്കെ മുൻപേ നമ്മൾ പറഞ്ഞ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെയാണ്. ഇത് എന്താ പറയാ, എക്സാം പഠിക്കുന്നതും പാസ്സാവും, നോക്കാത്താലും പാസ്സാവും. ലാസ്റ്റ് കഴിയുമ്പോ പറയും ഞാനൊന്ന് കഴിഞ്ഞാൽ കണ്ടുകിട്ടുമ്പോ നന്ദി പറയാൻ വേണ്ടി വന്നു. ആയിക്കോട്ടെ. നാളെ പ്രോഗ്രാം പിരിച്ചുവിടല്ലേ? നാളെ ഞാൻ